ഹായ് ഫ്രാൻസ്, ഞാൻ പറയുന്നത് കേൾക്കുന്നുണ്ടോ? കേൾക്കുന്നുണ്ട്. ഓക്കെ ഓക്കെ ഓക്കെ. ഒരു 2 മിനിറ്റ് കൂടെ വെയിറ്റ് ചെയ്യുക, അല്ലെങ്കിൽ ക്ലാസ് എടുക്കുന്ന സമയത്ത് ആൾക്കാർ കിറകളാന്ന് പറഞ്ഞ് വന്നുകൊണ്ടിരിക്കും. ഓക്കെ, സ്റ്റാർട്ട് ചെയ്യാം. ഇവിടെ ഇന്നത്തെ ക്ലാസ് എന്ന് പറയുന്നത് കുറച്ചും കൂടെ നമ്മൾ അങ്ങോട്ടും ഇങ്ങോട്ടുള്ള ഡിസ്കഷൻ കൂടുതലായിരിക്കും. ഓക്കെ, അപ്പോൾ അതുകൊണ്ട് തന്നെ ഞാൻ ചോദിക്കുമ്പോൾ ആരെങ്കിലും റിപ്ലൈ തരുന്നത് കുറച്ചും കൂടെ നല്ലതായിരിക്കും. ഓക്കെ, നിങ്ങളെല്ലാവരും മനസ്സിലാക്കുമെന്ന് വിചാരിക്കുന്നു. ജോലിൻ്റെ ഉള്ളവരൊക്കെ അതിൻ്റെ അനുസരിച്ച് കണ്ടാൽ മതി. നിങ്ങളുടെ അടുത്ത് നിന്ന് റിപ്ലൈ എന്തായാലും പറ്റില്ലല്ലോ. അല്ലാത്തവർ, പറ്റുന്നവർ മാത്രം റിപ്ലൈ തരിക. ഓക്കെ, അതിനു മുമ്പ് ഫസ്റ്റത്തെ കാര്യം, ഇന്നത്തെ നമ്മുടെ VIP ട്രേഡിങ്. ഓക്കെ, VIP ട്രേഡിങ്ങും അതുപോലെ തന്നെ അഡ്വാൻസിൻ്റെ ട്രേഡിങ്ങും. ഓക്കെ, അഡ്വാൻസ് ഗ്രൂപ്പിലെ ട്രേഡിങ്, അതുപോലെ തന്നെ VIP ട്രേഡിങ്. ഓക്കെ, ഇതിൽ രണ്ടിൻ്റെയും കൂടെ അനലൈസ് ചെയ്തപ്പോൾ നിങ്ങൾക്ക് എന്ത് മനസ്സിലായി? നിങ്ങൾക്ക് എന്താണ് ഓവറോൾ മാർക്കറ്റിൽ ഏത് സ്ട്രാറ്റജിയാണ് കൂടുതൽ എന്താ പറയുക സൂട്ടബിൾ ആകുക എന്നുള്ളത് നിങ്ങൾക്ക് ആർക്കെങ്കിലും ഒരു ഒപ്പീനിയൻ ഉണ്ടോ? ഞാൻ പറഞ്ഞത് മനസ്സിലായി? വെരി ഗുഡ്. ഞാനത് 10 മിനിറ്റിൻ്റെ ഒരെണ്ണം പ്രാക്ടീസ് ചെയ്യുന്നുണ്ട്. അത് കുറച്ച് കൂടുതലാണെന്നറിയാം. പക്ഷേ നമുക്കൊരു വലിയൊരു എമൗണ്ട് വെക്കാൻ ചെയ്ത് അല്ലെങ്കിൽ മനസ്സമാധാനത്തോടെ ചെയ്യാൻ പറ്റുന്നത് 10 മിനിറ്റിൻ്റെ ട്രേഡ് ഒക്കെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ എൻട്രി പോയിന്റ് എന്നൊക്കെ ഒരുപാട് ദൂരമായിരിക്കും. മനസ്സിലാവുന്നുണ്ടോ? അപ്പോൾ ആ ഒരു കൺസെപ്റ്റിൽ ഞാൻ 10 മിനിറ്റ്സിൻ്റെ ട്രേഡ് പ്രാക്ടീസ് ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട്. അപ്പോൾ എന്താ പ്രശ്നം എന്ന് വെച്ച് കഴിഞ്ഞാൽ, നമ്മൾ 1 മിനിറ്റ് വിട്ടിട്ട് നമ്മൾ എന്താ പറയുക
ഇപ്പോൾ 2 മിനിറ്റിൻ്റെ ഓക്കെ കുഴപ്പമില്ല. പക്ഷേ 5 മിനിറ്റിൻ്റെയോ 10 മിനിറ്റിൻ്റെയോ ട്രേഡ് നമ്മൾ നോക്കുന്ന സമയത്തുള്ള പ്രശ്നം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ലൈവിലാണ് ഏറ്റവും നല്ലത്. ഇപ്പോൾ എന്ന് വെച്ച് കഴിഞ്ഞാൽ ലൈവ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഉദ്ദേശം വെച്ചാൽ ഒരുപാട് സമയമെടുക്കും. മനസ്സിലാവുന്നുണ്ടോ? ഇപ്പോൾ ഒരു സിഗ്നൽ വന്നു, ഇപ്പോൾ ഈ ഒരു എക്സാമ്പിൾ പറഞ്ഞാൽ 7 മണിക്ക് ഒരു സിഗ്നൽ വന്നു. അടുത്ത സിഗ്നൽ ചിലപ്പോൾ ജനറേറ്റ് ആവുന്നത് ചിലപ്പോൾ 7:20 7:25 ആയിരിക്കും. മനസ്സിലാവുന്നുണ്ടോ? അപ്പോൾ ആ ഒരു ഡ്യൂറേഷൻ അല്ലെങ്കിൽ ആ ഒരു ഗ്യാപ്പ് എന്ന് പറയുന്നത് ജോലി ചെയ്യുന്നവർക്ക് അല്ലെങ്കിൽ എന്തെങ്കിലും കാര്യത്തിൽ ബിസി ആവുകയോ മിസ്സാവുകയോ ചെയ്യാനുള്ള ചാൻസ് കൂടുതലുണ്ട്. പക്ഷേ ഇതിനായിട്ട് ഡെഡിക്കേറ്റ് എന്ന് പറഞ്ഞാൽ ഞാൻ ഇതിനു വേണ്ടി ഇരിക്കുക എന്നല്ല പറഞ്ഞത്. ട്രേഡിങ് എനിക്ക് വേണം അല്ലെങ്കിൽ ഒരു നോട്ടിഫിക്കേഷൻ വെച്ച് ചെയ്യുന്നവർക്ക് ഇത് ഓക്കെയാണ്. ഇപ്പോൾ ഞാൻ ജോലി ചെയ്യുന്നു. ഇപ്പോൾ ഞാനും വേറൊരു ഓർഗനൈസേഷൻ്റെ അണ്ടറിൽ ഞാനും ജോലി ചെയ്യുന്നൊരു വ്യക്തിയാണ്. പക്ഷേ ഞാനും ട്രേഡ് എടുക്കുന്നുണ്ട്, ഞാനും ചെയ്യുന്നുണ്ട്, ഞാനും അതുപോലെ എൻ്റെ ജോലിയും ചെയ്യുന്നുണ്ട്. എങ്ങനെയാണ്? നമ്മൾ അതിന് വേണ്ടിയിട്ട് ഒരു സമയം മാറ്റി വെക്കുന്നില്ല. നമ്മുടെ ജോലിൻ്റെ ഇടയിൽ തന്നെ ചെയ്ത് അങ്ങോട്ട് പോകുന്നു എന്ന് മാത്രമേ ഉള്ളൂ. ഓക്കെ. അപ്പോൾ 10 മിനിറ്റ്സിൻ്റെ പ്രാക്ടീസ് ഉണ്ട്, 5 മിനിറ്റ്സിൻ്റെയും പ്രാക്ടീസ് ഉണ്ട്. ഏതാണോ നല്ലതെന്ന് വെച്ച് കഴിഞ്ഞാൽ അത് ഏതാണോ നമുക്ക് സൂട്ടബിൾ ആവുമെന്ന് വെച്ചാൽ അതിനനുസരിച്ച് നമ്മൾ പെട്ടെന്ന് തന്നെ ചെയ്യുന്നതാണ്. ഓക്കെ. രണ്ടാമത്തെ കാര്യം, എൻ്റെ ഒരു ഒപ്പീനിയൻ ഞാൻ പറയാം. ഓക്കെ, എൻ്റെ ഒരു ഒപ്പീനിയനാണ്. നിങ്ങളുടെ ഒപ്പീനിയൻ പറയുക. ക്ലാസ്സിന് തുടങ്ങുന്നതിന് മുമ്പ് നമ്മൾ ഇതൊന്ന് ഡിസ്കസ് ചെയ്ത് കഴിഞ്ഞാൽ കുറച്ചും കൂടെ നല്ലതാണെന്ന് തോന്നുന്നു. അതുകൊണ്ടാണ് എൻ്റെ ഒരു ഒപ്പീനിയൻ. നോൺ MTG എന്ന് പറയുന്നൊരു കൺസെപ്റ്റ് ബൈനറിയിൽ ഹൈലി റിസ്ക് തന്നെയാണ്. ഇപ്പോഴത്തെ ഒരു ഇനിഷ്യൽ ഇതിൽ നമുക്ക് ചിലപ്പോൾ ഓക്കെ ആയിരിക്കും. പക്ഷേ ആസ് പെർ ദ മാർക്കറ്റ് നോൺ MTGനെ മാർക്കറ്റ് സപ്പോർട്ട് ചെയ്യുന്നില്ല. എന്താണ് നിങ്ങളുടെ എന്താ തോന്നുന്നു നിങ്ങൾ? ഞാൻ പറഞ്ഞതിന് എന്തെങ്കിലും എതിരഭിപ്രായം ഉണ്ടോ? എന്താണ് പറഞ്ഞോളൂ. ഈ ഹൈ ഫ്ലക്ച്വേഷന്റെ സംഭവം തന്നെയാണ് സപ്പോർട്ട് ആൻഡ് റെസിസ്റ്റൻസ്. അതും പ്രോപ്പറായിട്ട് വർക്ക് ഔട്ട് തോന്നുന്നത്. അതാണ് മെയിനായിട്ടുള്ള കാരണം. സപ്പോർട്ട് ആൻഡ് റെസിസ്റ്റൻസ് നമ്മൾ എങ്ങനെ വരച്ചാലും സപ്പോർട്ട് ആൻഡ് റെസിസ്റ്റൻസിനെ ഒന്ന് റീടെസ്റ്റ് ചെയ്യുന്നതിന് വേണ്ടിയിട്ട് നമ്മളറിയാതെ അല്ലെങ്കിൽ ഇപ്പോൾ 1, 2, 3 പ്രാവശ്യം റീടെസ്റ്റ് വരുമ്പോഴാണ് പ്രശ്നം വരുന്നത്. ഇപ്പം നമ്മളൊരു സപ്പോർട്ട് ആൻഡ് റെസിസ്റ്റൻസ് വരച്ചു, അതിനെ തട്ടി ഒരു വി ഷേപ്പ് പോലെ മുകളിലേക്ക് പോകും നമ്മൾ പ്രതീക്ഷിക്കില്ല. ഒരു ചെറിയ ഒരു റെഡ് ക്യാൻഡിലൊക്കെ വന്ന് റീടെസ്റ്റ് നടത്തി എന്നിട്ട് മുകളിലേക്ക് പോകുമെന്ന് വിചാരിച്ചിട്ടാണ് നമ്മൾ സിഗ്നൽ എടുക്കുന്നത്. പക്ഷേ അവിടെയും പിന്നെയും റീടെസ്റ്റ് അല്ലെങ്കിൽ പിന്നെയും ഒരു എറർ ക്യാൻഡിൽ വരുമ്പോഴാണ് MTG എന്ന് പറയുന്ന ഒരു ഇതിൻ്റെ സാധ്യത നമുക്കത് തള്ളിക്കളയാൻ പറ്റാതിരിക്കുന്നത്. അതുകൊണ്ടാണ് ഇന്നത്തെ ഉദാഹരണം പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ അഡ്വാൻസ് ഗ്രൂപ്പിൽ 1 സ്റ്റെപ്പ് MTGയുടെ അഡ്വാൻസ് ഗ്രൂപ്പിൽ നല്ല പ്രോഫിറ്റും നമ്മുടെ VIP-യിൽ നമുക്ക് ലാസ്റ്റ് ആ ഒരു സമയമായപ്പോൾ ഫസ്റ്റ് ലോസ് വന്ന് പിന്നെ ലാസ്റ്റിലേക്ക് പ്രോഫിറ്റിലേക്ക് വന്നതും അതുകൊണ്ടാണ്. മനസ്സിലാവുന്നുണ്ടോ? ഓക്കെ. അപ്പോൾ നിങ്ങൾക്ക് ഒരാൾ മാത്രമല്ല, ആർക്ക് വേണമെങ്കിൽ സംസാരിക്കാം കേട്ടോ. രാവിലെ കളിച്ചതിൽ നോൺ MTGയിൽ നമുക്ക് 5 സിഗ്നൽ ലോസ് വന്നിരുന്നു സാർ. 6ാമത്തെ നമ്മൾ പിടിച്ചതാണ്. അതെ ഈ 5 2 സിഗ്നൽ ആകുമ്പോൾ 6 നഷ്ടം വരുന്നുണ്ട്. 2 സിഗ്നൽ ലോസ് ആണെങ്കിൽ നോൺ MTGയിൽ 6 സിഗ്നൽ ഇട്ട പോലെ നമുക്ക് നഷ്ടം വരുന്നുണ്ട്. അങ്ങനെ നോക്കുമ്പോൾ നോൺ MTG ആണ് ഏറ്റവും ബെസ്റ്റ്. നമുക്ക് 5 സിഗ്നൽ ലോസ് ആയിട്ട് 6ാമത്തിൽ നമുക്ക് പ്ലസ് ആയപ്പോൾ അത് കിട്ടി. പക്ഷെ നോൺ MTG ആണെങ്കിൽ നമുക്ക് 2 സിഗ്നൽ എടുക്കുമ്പോൾ 6 സെറ്റ് ചെയ്യാൻ പറ്റുന്നുണ്ട്. എന്ന് വെച്ച് കഴിഞ്ഞാൽ കൂടുതലും നല്ലത് നോൺ MTG ആണെന്നാണോ പറയുന്നത്? അതെ ബ്രോ, എനിക്ക് തോന്നുന്നു അത് കുറച്ചുകൂടെ നല്ലതെന്ന് തോന്നുന്നു. കാരണം ലോ ക്യാപിറ്റൽ ഉള്ളവർക്കും ഫേവറബിൾ ആയിട്ട് അവരെന്ത് തോന്നുന്നു. ഓക്കെ, അങ്ങനെയാണെങ്കിൽ നമുക്കൊരു കാര്യം ചെയ്യാം. നോൺ MTG നമ്മുടെ VIP ഗ്രൂപ്പിലും MTG സിഗ്നൽസ് നമുക്ക് അഡ്വാൻസ് ഗ്രൂപ്പിലും ഇടാം, ഇന്ന് ചെയ്ത പോലെ. ഓക്കെ. അപ്പോൾ എന്നാൽ ശരി, നമുക്കെന്നാൽ ക്ലാസ്സിലേക്ക് കിടക്കാം. ഓക്കെ. അപ്പോൾ ഇന്നത്തെ ടോപ്പിക് എന്ന് പറയുന്നത് എന്താണ്? സപ്പോർട്ട് ആൻഡ് റെസിസ്റ്റൻസ്. അപ്പോൾ നമ്മൾ ഇന്നലെ എന്ന് പറഞ്ഞാൽ കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ പഠിച്ചത് എവിടം വരെയാണ്? ഓരോ ക്യാൻഡിൽ സ്റ്റിക്കിൻ്റെയും ഫോർമേഷൻ അല്ലെങ്കിൽ ഓരോ ക്യാൻഡിൽ സ്റ്റിക്കിൻ്റെ ക്യാരക്ടറാണ് നമ്മൾ പഠിച്ചിരിക്കുന്നത്. ഇതുപോലെ അല്ലേ?
ഇതുപോലെയുള്ള ഇതൊക്കെ നിങ്ങൾ കാണുന്നുണ്ടല്ലേ? കറക്റ്റായിട്ട് കാണുന്നില്ലേ? റിപ്ലൈ ഫാസ്റ്റ് വാ. ഓക്കെ, അപ്പോൾ നമ്മൾ ക്യാൻഡിൽ സ്റ്റിക്കിന് ഒരാൾ മൈക്ക് ഓൺ ചെയ്ത് വെച്ചോളൂ. ഓക്കെ, ഒന്നോ രണ്ടോ പേര് മൈക്ക് ഓൺ ചെയ്ത് വെച്ചോളൂ, കംഫർട്ടബിൾ ആണ്. അപ്പോൾ പെട്ടെന്ന് നമുക്ക് പറയുകയും ചെയ്യാലോ. സി, അപ്പോൾ നമ്മൾ ഇന്നലെ അല്ലെങ്കിൽ കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ പഠിച്ചിരിക്കുന്ന ഓരോ ക്യാൻഡിൽ സ്റ്റിക്കിൻ്റെയും ഫോർമേഷൻ അല്ലെങ്കിൽ അതിൻ്റെ ക്ലോസിങ്, ഒരു ക്യാൻഡിൽ ക്ലോസ് ആകുമ്പോഴാണ് ഈ ഒരു ഫോർമേഷനിൽ വരിക അല്ലേ? ഒരു ക്യാൻഡിൽ ക്ലോസ് ആകുമ്പോഴാണ് ഇതേപോലുള്ള ഓരോ ആകൃതികൾ അല്ലെങ്കിൽ ഇതേപോലുള്ള എന്താ പറയുക, ഇത് ക്യാൻഡിൽ നമ്മൾ കാണുന്നത് എങ്ങനെയാണ്? ഓരോ ക്യാൻഡിലും ക്ലോസ് ആയതിനു ശേഷമാണ് അല്ലേ? അപ്പോൾ ഈ ഓരോ ക്യാൻഡിലിനും ഓരോ കഥകളുണ്ട് അല്ലെങ്കിൽ ഓരോ ക്യാരക്ടർ ഉണ്ട്. ഈ ഒരു ക്യാൻഡിൽ വന്നാൽ എന്താവണം, ഈ ഒരു ക്യാൻഡിൽ ഹാമർ ക്യാൻഡിൽ വന്നാൽ, ഇൻവെർട്ടർ ഹാമർ വന്നു കഴിഞ്ഞാൽ, സ്പിന്നിങ് ടോപ്പ് വന്നു കഴിഞ്ഞാൽ, ഡോജി വന്നു കഴിഞ്ഞാൽ, ഇങ്ങനെയുള്ള ഓരോ ക്യാരക്ടേഴ്സും അല്ലെങ്കിൽ അതിൻ്റെ സ്വഭാവം അല്ലെങ്കിൽ അതുകൊണ്ടുള്ള ഉപയോഗം നമ്മൾ എവിടെ എടുക്കും? ഇതിപ്പോൾ പല സ്ഥലത്തും വരും. ഓക്കെ, അപ്പോൾ നമ്മൾ എവിടെ എടുക്കും എന്നതിനെക്കുറിച്ചുള്ള ആർക്കും നമുക്ക് പറയാൻ പറ്റില്ല. നമ്മളൊരു പുതിയ ഒരാളാണെങ്കിൽ നമുക്ക് എവിടെ എടുക്കാൻ പറ്റുമെന്നുള്ളത് നമുക്കറിയാൻ പറ്റില്ല. അപ്പോൾ അതിനെ സഹായിക്കുന്ന നമ്മളെ ഏറ്റവും കൂടുതൽ അതിനെ സഹായിക്കുന്ന ഒരു സംഗതിയാണ് സപ്പോർട്ട് ആൻഡ് റെസിസ്റ്റൻസ് എന്ന് പറയുന്ന ഒരു സ്ട്രാറ്റജി. ഇതിനെ സ്ട്രാറ്റജി എന്ന് പറയാൻ പറ്റുമോ എന്ന് ചോദിച്ചാൽ സ്ട്രാറ്റജി എന്ന് പറയാം. പക്ഷേ ഇൻഡിക്കേറ്റർ എന്ന് ഒരിക്കലും പറയാൻ പറ്റില്ല. ഒരു സ്ട്രാറ്റജിയാണത്. അല്ലെങ്കിൽ ഇതാണ് ട്രേഡിങ്. മനസ്സിലാവുന്നുണ്ടോ? ഇത് സപ്പോർട്ട് ആൻഡ് റെസിസ്റ്റൻസ് ഇല്ലാതെ ഒരു ട്രേഡിംഗ് ഇല്ല, അല്ലെങ്കിൽ സപ്പോർട്ട് ആൻഡ് റെസിസ്റ്റൻസ് ഇല്ലാതെ ഒന്നുമില്ല. മനസ്സിലാവുന്നുണ്ടോ? ഇപ്പോൾ ഒരു ബോൾ നിലത്തേക്ക് നല്ല ഫോഴ്സിൽ എറിഞ്ഞു കഴിഞ്ഞാൽ ആ നിലത്ത് തട്ടി ആ ബോൾ ബൗൺസ് ചെയ്ത് അതിൻ്റെ മാക്സിമം, അതിൻ്റെ എവിടം വരെ ഒരു റെസിസ്റ്റൻസ് അല്ലെങ്കിൽ അതിൻ്റെ ആ ഒരു വെലോസിറ്റി കഴിയുന്നത് വരെ പോയതിനു ശേഷം താഴോട്ട് വരുന്നില്ലേ? അപ്പോൾ ആ ടേൺ ആകുന്ന ആ മൂവ്മെൻറ്റിന് റെസിസ്റ്റൻസുമായിട്ടും ബൗൺസ് ചെയ്യുന്ന ഏരിയയുടെ സപ്പോർട്ടുമായിട്ടുമാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. ഓക്കെ, അപ്പോൾ ഇവിടെ ഈ സപ്പോർട്ട് ആൻഡ് റെസിസ്റ്റൻസ് ഇല്ലാതെ ഒരു ട്രേഡിംഗ് ഇല്ല. അതിപ്പോൾ ഏത് ട്രേഡിംഗ് ആയിക്കോട്ടെ, ഇനിയിപ്പോൾ നമ്മൾ ക്യാൻഡിൽ സ്റ്റിക്ക് ട്രേഡിംഗ് ആയിക്കോട്ടെ, അതേപോലെ എന്താ പറയുക, ഒരു മിനിറ്റ്, നമ്മൾ ഇത് കഴിഞ്ഞല്ലോ അല്ലേ, ഇത് കഴിഞ്ഞ് ഇവിടെ ഓക്കെ, ക്യാൻഡിൽ സ്റ്റിക്ക് ട്രേഡിംഗ് ആയിക്കോട്ടെ, ബാർ സ്റ്റിക്ക് ട്രേഡിംഗ് ആയിക്കോട്ടെ, ഏരിയ സ്റ്റിക്ക് ആയിക്കോട്ടെ, അല്ലെങ്കിൽ ഏരിയ ലൈൻ ട്രേഡിംഗ് ആയിക്കോട്ടെ, ഹൈക്കനാഷി ആയിക്കോട്ടെ, ഏത് പാറ്റേണിലും നിങ്ങൾ ഉപയോഗിക്കുന്ന ഏത് പാറ്റേൺ വെച്ചിട്ടുള്ള ട്രേഡിങ്ങിലായാലും നമുക്ക് എന്ത് വേണം? സപ്പോർട്ട് ആൻഡ് റെസിസ്റ്റൻസ് എന്ന് പറയുന്നത് വേണം. ഇപ്പോൾ ഇതിൽ നിങ്ങൾ വീഡിയോ കേൾക്കുന്ന അല്ലെങ്കിൽ ക്ലാസ് കാണുന്ന ഒരുപാട് പേർക്ക് സപ്പോർട്ട് ആൻഡ് റെസിസ്റ്റൻസിനെ കുറിച്ച് അറിയാം. ഞാൻ പറയുന്നത് ചിലപ്പോൾ നിങ്ങൾ കേട്ട് എന്താ പറയുക, ബോറാകുന്ന ഇതിൽ വരാം. പക്ഷേ പുതിയതായിട്ടൊരു വ്യക്തിക്കും കൂടെ മനസ്സിലാവുന്ന വിധത്തിലാണ് ഞാനിങ്ങനെ വലിച്ചു നീട്ടി പറയുന്നത്. ക്ഷമിക്കണം. അപ്പോൾ സപ്പോർട്ട് ആൻഡ് റെസിസ്റ്റൻസ് എന്ന് പറയുന്ന ഒരു സ്ട്രാറ്റജീനെ ബേസ് ചെയ്തിട്ടാണ് നമ്മുടെ എല്ലാ ട്രേഡിങ്ങും പോകണമെന്ന് ഞാൻ പറഞ്ഞു. ഓക്കെ, ഇനി ഇവിടെ സപ്പോർട്ട് ആൻഡ് റെസിസ്റ്റൻസ് എന്ന് പറഞ്ഞാൽ ട്രേഡിങ്ങിൽ എന്താണ്? ഞാൻ നിങ്ങളോടൊരു ചോദ്യം ചോദിക്കുകയാണ്. എന്താണ് സപ്പോർട്ട്? നിങ്ങൾക്ക് അറിയാവുന്ന ഒരു കാര്യം പറഞ്ഞാൽ മതി, ഒരാൾ പറഞ്ഞാൽ മതി. എന്തോ ആയിക്കോട്ടെ, നമുക്ക് പറയാനുള്ളത് പറഞ്ഞോ. അതൊരു ക്യാൻഡിൽ ഫോം ചെയ്തിട്ട് അത് താഴേക്ക് വന്നിട്ട് തട്ടി മുകളിലേക്ക് പോകാനുള്ള ഒരു പ്രോപ്പറായിട്ട് നമ്മൾ ലൈൻ വരയ്ക്കുമ്പോൾ അപ്പുറത്തൊരു എന്താ പറയുക, എൻ്റെ നോക്കി ഒരു ലൈൻ വെച്ചിട്ട് അത് തട്ടി മുകളിലേക്ക് പോകാനുള്ള ഒരു ഇതിന് പറയുന്ന അങ്ങനെയല്ല പറയാം. ഓക്കെ, അത് നമ്മൾ ക്ലാസിഫിക് ആയിട്ട് പറയുമ്പോൾ നമ്മളൊരു ഒന്നും അല്ലാത്ത ഒരു നോർമലായിട്ട് നമ്മൾ പറയുമ്പോൾ എന്താണ് പറയുക? ഒരാളും കൂടെ പറയാൻ പറ്റുമോ? ഈക്വൽ ഹൈറ്റ്സിനെയും ഈക്വൽ ലോസിനെയാണ് സപ്പോർട്ട് ആൻഡ് റെസിസ്റ്റൻസ് എന്ന് പറയുന്നത്. ഓക്കെ, ഇവിടെ നിങ്ങൾ പറഞ്ഞത് രണ്ടും ഓക്കെയാണ്. പക്ഷേ ഒരു സാധാരണമായിട്ടൊരു ട്രേഡിങ്ങിൻ്റെ നമ്മൾ ചിന്തിക്കേണ്ട ഒരു കാര്യം എന്ന് പറയുന്നത്, സപ്പോർട്ട് എന്ന് പറയുന്നത് അല്ലെങ്കിൽ സപ്പോർട്ട് എന്ന് പറയുന്ന ഒരു വാക്ക് നമ്മൾ കേൾക്കുമ്പോൾ തന്നെ നമ്മൾ ആദ്യം മനസ്സിൽ വരേണ്ടത് ബയേഴ്സ് ഏരിയ. മനസ്സിലാവുന്നുണ്ടോ?
ബയ്യർ, വാങ്ങുന്ന ആൾക്കാരുടെ സ്ഥലം. ക്ലിയർ ആവുന്നുണ്ടോ? അപ്പോൾ സപ്പോർട്ട് എന്ന് പറയുന്നത് വാങ്ങുന്ന ആളുകളുടെ ഏരിയയാണ് സപ്പോർട്ട് ഏരിയ എന്ന് പറയുന്നത്. അപ്പോൾ അവിടെ ആരായിരിക്കും ഉണ്ടാവുക? അവിടെ ബയ്യേഴ്സ് ആയിരിക്കും ഉണ്ടാവുക. ഓക്കെ, ഇപ്പോൾ ഞാനൊന്ന് വരയ്ക്കാൻ ശ്രമിക്കാം. ഓക്കെ, ഓക്കെ, പ്രധാനമായിട്ടും ഈ എന്താ പറയുക, ഈ സപ്പോർട്ടിന് നമ്മൾ എന്താണ് ഗ്രീൻ കളറ്, റെസിസ്റ്റൻസിന് റെഡ് കളർ എങ്ങനെയാണ് കാണിക്കുന്നത് നോർമലായിട്ട്. അപ്പോൾ അതുപോലെ തന്നെ നമുക്കും ഫോളോ ചെയ്യാം. ഓക്കെ, അപ്പോൾ ഇതൊരു സപ്പോർട്ട് ഏരിയ ആണെങ്കിൽ, ഓക്കെ, ഞാൻ വരയ്ക്കുന്നത് നിങ്ങൾ കാണുന്നുണ്ടോ? ഇല്ല, എല്ലാവരും കാണുന്നില്ലേ? ഓക്കെ, ഓക്കെ. കഴിഞ്ഞ ക്ലാസ്സിൽ വരച്ചത് കണ്ടില്ല എന്ന് പറഞ്ഞതുകൊണ്ടാണ്. എല്ലാവരും കാണുന്നില്ലേ? ആ, ഓക്കെ, ഓക്കെ. അപ്പോൾ ഒരു ഗ്രീൻ എന്ന് പോട്ടെ. ഓക്കെ, ഈ സപ്പോർട്ട് ഏരിയ എന്ന് പറയുന്നത് ഇവിടെ ബയ്യേഴ്സ് ആണ്. മനസ്സിലാവുന്നുണ്ടോ? ഇവിടെ ബയ്യേഴ്സ് ആണ്. ഇവിടെ എന്തിനാണ് ഈ ബയ്യേഴ്സ് നിൽക്കുന്നത്? പ്രൈസ് അവരുടെ താല്പര്യത്തിന് അല്ലെങ്കിൽ അവരൊരു ഫിക്സ് പ്രൈസ് അവരുടെ മനസ്സിലുണ്ടാവും. ഓക്കെ, ഇപ്പോൾ ഒരു ഗോൾഡ് എന്ന് പറയുന്നത് ഗോൾഡ് 100 രൂപയാണെന്ന് വെക്കുക. ഒരു എക്സാമ്പിളാണ് പറയുന്നത് കേട്ടോ. ഓക്കെ, 100 രൂപ, 100 രൂപയല്ല, ഇവിടെ ഇവിടെ 100 രൂപ, ഇവിടെ 150 രൂപ, ഇവിടെ അങ്ങനെ എടുക്കുന്നത്. ഇവരുടെ ഈ ബയ്യേഴ്സിൻ്റെ മനസ്സിൽ 150 രൂപ വരുമ്പോൾ ഒരു ഗ്രൂപ്പ് ഓഫ് ബയ്യേഴ്സുകൾ 150 രൂപ വരുമ്പോൾ മേടിക്കാൻ വേണ്ടി നിൽക്കുകയാണ്. ഓക്കെ, അപ്പോൾ n നമ്പർ ഓഫ് ബയ്യേഴ്സ് ഉള്ള ഒരു ഏരിയയാണ് സപ്പോർട്ട് എന്ന് പറയുന്നത്. അപ്പോൾ സപ്പോർട്ട് എന്ന് പറയുന്നത് ബയ്യേഴ്സ് ഏരിയ. ഓക്കെ, ഇനി റെസിസ്റ്റൻസ് എന്ന് പറയുന്നത് എന്താണ്? സെല്ലേഴ്സ് ഏരിയ. കറക്റ്റാണ്. ഈ റെസിസ്റ്റൻസിൽ 2 കാര്യങ്ങൾ വരുന്നുണ്ട്. ഓക്കെ, ഒന്ന് സെല്ലേഴ്സ് ഏരിയ എന്ന് പറഞ്ഞിട്ടുള്ള ഒന്ന് വരാം, അല്ലെങ്കിൽ സെല്ലേഴ്സുകളുടെ ഏരിയ എന്ന് പറയും. രണ്ടാമത്തെ കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പ്രോഫിറ്റ് ബുക്കിംഗ് ഏരിയ, അതും കൂടെ വരും. അത് ഞാൻ പിന്നെ പറഞ്ഞുതരാം. ഇപ്പം നമ്മൾ സെല്ലേഴ്സ് ഏരിയ എന്ന് മാത്രം നിങ്ങൾ മനസ്സിലാക്കിയാൽ മതി. ഓക്കെ, അപ്പോൾ സപ്പോർട്ട് എന്ന് പറയുന്നത് ബയ്യേഴ്സ് ഏരിയ, റെസിസ്റ്റൻസ് എന്ന് പറയുന്നത് സെല്ലേഴ്സ് ഏരിയ. ഓക്കെ, ഇനി നമ്മൾ ഈ വൈ ചാർട്ട് ഒക്കെ നമ്മൾ ഇവിടുന്ന് പോവുകയാണ്. നമ്മൾ നമ്മുടെ കോട്ടക്സിൻ്റെ ഡെമോ അക്കൗണ്ട് ഓപ്പൺ ചെയ്യാണ് കേട്ടോ. ഇനി നമുക്ക് ഈ PPT ഒന്നും വേണ്ട, ഡെമോ അക്കൗണ്ട് ഞാൻ ആരുടെയോ ബാക്ക്ഗ്രൗണ്ടിൽ സൗണ്ട് വരുന്നുണ്ടല്ലോ, അതാരാണ്? ഇല്ല, വേറെ കുഴപ്പമില്ല. ഓക്കെ, അപ്പോൾ ഇതാണ് കോട്ടക്സിൻ്റെ ഡെമോ അക്കൗണ്ട്. ഓക്കെ, ഇവിടെ ഞാൻ പ്രാക്ടീസും കാര്യങ്ങളും ചെയ്തുകൊണ്ടിരിക്കുന്നതാണ്. ഓക്കെ, അത് പോട്ടെ. അപ്പോൾ നിങ്ങളും പ്രാക്ടീസ് ചെയ്യുന്നുണ്ടെന്ന് വിചാരിക്കുന്നു. ഓക്കെ, അപ്പോൾ ഇനി നമുക്ക് ക്ലാസ്സിലേക്ക്. ഇവിടെ നമ്മൾ ട്രേഡ് ചെയ്യുന്നത് 1 മിനിറ്റിലാണ്. ഓക്കെ, നമ്മൾ 1 മിനിറ്റിലാണ് നമ്മൾ എന്ത് ചെയ്യണത്? നമ്മൾ ട്രേഡ് ചെയ്യുന്നത്. അത് മ്യൂട്ട് ചെയ്തേക്കട്ടോ ജിഷ്ണുഭായി, മ്യൂട്ട് ചെയ്തേര്. രണ്ടുപേരും അസംബ്രോ മ്യൂട്ട് ചെയ്തേര്. ഓക്കെ, ഇവിടെ നമ്മൾ 1 മിനിറ്റ് ക്യാൻഡിലാണ് നമ്മൾ ട്രേഡ് ചെയ്യുന്നത്. ഇതാണ് നമ്മുടെ കോട്ടക്സിൻ്റെ അക്കൗണ്ട്. ഞാൻ ഡെമോ അക്കൗണ്ടിലാണ് നമ്മൾ ട്രേഡ് ചെയ്യുന്നത്. ഇപ്പോൾ പ്രാക്ടീസ് ചെയ്യുന്നത്. നിങ്ങളെല്ലാം പ്രാക്ടീസ് ചെയ്യേണ്ടത് ഡെമോ അക്കൗണ്ടിലാണ്. ഓക്കെ, അപ്പോൾ ഫസ്റ്റത്തെ കാര്യം, നമ്മൾ ഒരു സപ്പോർട്ട് ആൻഡ് റെസിസ്റ്റൻസ് എങ്ങനെയാണ് വരയ്ക്കണേ എന്നുള്ളതാണ്. ഇവിടെ നിങ്ങൾ കാണുന്ന ക്യാൻഡിൽസുകൾ ഒരുപാട്, നമ്മളിപ്പോൾ നേരത്തെ പഠിച്ചിരിക്കുന്ന ഒരുപാട് ക്യാൻഡിൽസുകൾ നിങ്ങൾക്ക് ഇവിടെ കാണാൻ പറ്റും. ഇവിടെ കണ്ടോ? ഇതൊക്കെ മറ്റേ ഡ്രാഗൻ്റെ കണ്ടോ? ഈ ഒരു ക്യാൻഡിലൊക്കെ. അപ്പോൾ ഇതൊക്കെ നിങ്ങൾക്ക് കാണാൻ പറ്റും. പക്ഷേ ഇതൊന്ന് കണ്ടിട്ട് നിങ്ങൾക്ക് ട്രേഡ് എടുക്കുന്നത് എങ്ങനെയാണെന്നുള്ളത് നിങ്ങൾക്ക് മനസ്സിലാവുന്നില്ല, അല്ലെങ്കിൽ മനസ്സിലാകൂല ആർക്കും. അതിന് സഹായിക്കുന്നതാണ് ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ സപ്പോർട്ട് ആൻഡ് റെസിസ്റ്റൻസ്.
അല്ലെങ്കിൽ നമുക്ക് ട്രേഡ് എടുക്കാനുള്ള ഏറ്റവും ഉദകമായിട്ടുള്ള ഒരു പ്ലേസ് അല്ലെങ്കിൽ ഒരു സ്ട്രാറ്റജിയാണ് സപ്പോർട്ട് ആൻഡ് റെസിസ്റ്റൻസ്. അപ്പോൾ ഈ സപ്പോർട്ട് ആൻഡ് റെസിസ്റ്റൻസിനെ എങ്ങനെയാണ് നമ്മൾ വരയ്ക്കുക എന്നുള്ളതാണ് നമ്മൾ നോക്കേണ്ടത്. നിങ്ങൾ പല വീഡിയോസുകളും നിങ്ങൾ കണ്ടിട്ടുണ്ടാവാം. എൻ്റെ പഴയ വീഡിയോകൾ ചിലപ്പോൾ നിങ്ങൾ യൂട്യൂബിൽ കണ്ടിട്ടുണ്ടാവാം. അതിൽ നിന്നൊക്കെ മാറി, കാരണം ഓരോ സമയങ്ങളിലും നമ്മൾ ട്രേഡ് ചെയ്യുന്നതിനനുസരിച്ച്, അല്ലെങ്കിൽ ഓരോ കാലഘട്ടം കഴിയുന്നതിനനുസരിച്ച്, അല്ലെങ്കിൽ ഓരോ സമയം കഴിയുന്നതനുസരിച്ച് നമ്മുടെ സ്ട്രാറ്റജികളും നമ്മുടെ ചിന്താഗതികളും നമ്മുടെ ഐഡിയകളും മാറിക്കൊണ്ടിരിക്കും, അല്ലേ? അങ്ങനെയാണ് മനുഷ്യൻ. അപ്പോൾ അങ്ങനെ മാറിക്കൊണ്ടിരിക്കുന്ന സമയത്ത് നമ്മളും എന്താ ചെയ്യുക, നമ്മുടെ സ്ട്രാറ്റജികളൊക്കെ മാറും. പണ്ട് ഞാൻ പറഞ്ഞിരിക്കുന്ന 5 മിനിറ്റ്സ് ക്യാൻഡലിൽ നിങ്ങൾ എടുക്കുക, അതിൻ്റെ ടോപ്പും ബോട്ടവും എടുക്കുക എന്നൊക്കെയാണ് ഞാൻ പറഞ്ഞത്. പക്ഷേ ഇന്ന് നമ്മൾ എന്താ പറയുക, സപ്പോർട്ട് ആൻഡ് റെസിസ്റ്റൻസ് വരയ്ക്കുന്നത് വേറൊരു എന്താ പറയുക, ഒരു വ്യത്യസ്തമായിട്ടുള്ള സ്ട്രാറ്റജി കൊണ്ടായിരിക്കും നമ്മൾ സപ്പോർട്ട് ആൻഡ് റെസിസ്റ്റൻസ് വരയ്ക്കുക. ഓക്കെ, അപ്പോൾ സപ്പോർട്ട് ആൻഡ് റെസിസ്റ്റൻസ് നമ്മൾ വരയ്ക്കുന്നത് ആണ് മെയിനായിട്ട് നമ്മൾ 100% നിങ്ങൾ പഠിക്കേണ്ടതായിട്ടുള്ള ഒരു കാര്യമാണ്. എങ്ങനെയാണ് സപ്പോർട്ട് ആൻഡ് റെസിസ്റ്റൻസ് വരയ്ക്കുക എന്നുള്ളത്. ഇത് നിങ്ങൾ പ്രാക്ടീസ് ചെയ്തേ മതിയാവും. നിങ്ങൾ വേറെ ഒന്നിനും ആരും വാശി പിടിക്കില്ല, നിങ്ങളോട് ട്രേഡ് ചെയ്യാൻ വാശി പിടിക്കില്ല, നിങ്ങളോട് വേറെ ഒരു കാര്യത്തിനും വാശി പിടിക്കില്ല, നിങ്ങളോട് വേറെ എന്തെങ്കിലും എന്താ പറയുക അനലൈസ് ചെയ്യാനോ അത് ചെയ്യാനോ ഇതിന് ചെയ്യാനോ ആരും വാശി പിടിക്കില്ല. പക്ഷേ ഒരു ട്രേഡർ ആവണമെന്ന് നിങ്ങൾക്ക് താല്പര്യമുണ്ടെങ്കിൽ നിങ്ങൾ ആദ്യം പഠിക്കേണ്ട, പിച്ച വെക്കേണ്ടത് സപ്പോർട്ട് ആൻഡ് റെസിസ്റ്റൻസ് എന്ന് പറയുന്ന ഈ ഒരു സ്ട്രാറ്റജി കറക്റ്റായിട്ട് വരയ്ക്കാൻ പഠിക്കണം. ഓക്കെ, അപ്പോൾ ഇവിടെ നമ്മൾ 1 മിനിറ്റിലാണ് നമ്മൾ ട്രേഡ് ചെയ്യുന്നത് കൊണ്ട് നമ്മൾ ആദ്യം ചെയ്യേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ, അതിനു മുമ്പ് സപ്പോർട്ട് ആൻഡ് റെസിസ്റ്റൻസ് എന്ന് പറയുന്നത് ഒരിക്കലും ഒരു വരയല്ല. എന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇപ്പോൾ നമ്മൾ ഇവിടുന്ന് നമ്മൾ ഒരു ഹൊറിസോണ്ടൽ ലൈൻ എടുത്തു. ഓക്കെ, ഹൊറിസോണ്ടൽ ലൈനൊക്കെ എങ്ങനെ എടുക്കണമെന്ന് നിങ്ങൾക്ക് അറിയാം. ഓക്കെ, കുറച്ചുകൂടെ വലുതാക്കട്ടെ. ഓക്കെ, ഈ ഹൊറിസോണ്ടൽ ലൈൻ എടുത്തു. ഇവിടുന്ന് നമ്മൾ ഡ്രോപ്പ് ആകുമ്പോൾ ഇങ്ങനെ ഒരു ലൈൻ വരച്ച് കഴിഞ്ഞാൽ ഇതെന്താ പറയുക, ഇതാണ് ഒരു എന്താ പറയുക റെസിസ്റ്റൻസ് ഏരിയ, അല്ലെങ്കിൽ ഇതാണ് ഒരു സപ്പോർട്ട് ഏരിയ എന്നുള്ളതല്ല, ലൈന് എന്നല്ല, ഒരു ലൈനല്ല എപ്പോഴും, അല്ലെങ്കിൽ ഒരു വരയല്ല ഒരു എന്താ പറയണത്, ഒരു സപ്പോർട്ടോ റെസിസ്റ്റൻസോ ഏരിയ. സപ്പോർട്ട് ആൻഡ് റെസിസ്റ്റൻസ് എന്ന് പറയുന്നത് ഒരു സോണാണ്. സോൺ എന്ന് പറഞ്ഞാൽ അറിയാലോ, സോൺ എന്ന് പറഞ്ഞാൽ ഒരു ഏരിയയാണ്. ഓക്കെ, അതൊരു ലൈൻ വെച്ചിട്ട് നിങ്ങൾ അതിനെ മാർക്ക് ചെയ്യരുത്. അത് തന്നെ ആദ്യത്തെ മിസ്റ്റേക്കാണത്. ഓക്കെ, അപ്പോൾ നിങ്ങൾ എന്ത് ചെയ്യണം, ഒരിക്കലും ഒരു ഹൊറിസോണ്ടൽ ലൈൻ വെച്ചിട്ട് നിങ്ങൾ ഒരിക്കലും സപ്പോർട്ട് ആൻഡ് റെസിസ്റ്റൻസ് നിങ്ങൾ വരയ്ക്കരുത്. നിങ്ങൾ എന്ത് ചെയ്യണം, ഫസ്റ്റ് ടൂളിൽ പോവുക, റെക്റ്റാങ്കിൾ എടുക്കുക. ഓക്കെ, റെക്റ്റാങ്കിൾ എടുത്തതിന് ശേഷം നിങ്ങൾ വരയ്ക്കണം. ഓക്കെ, ഇനി എവിടെയാണ് വരയ്ക്കേണ്ടത്? ഞാൻ സ്പീഡിലാണ് പോകുന്നതെങ്കിൽ നിങ്ങൾ പറയണേ, പതുക്കെ പറയാൻ, കുറച്ചും കൂടെ സ്പീഡ് കുറച്ച് സംസാരിക്കാൻ പറയണേ, കാരണം കുറച്ച് കഴിഞ്ഞാൽ പിന്നെ എന്നെ പിടിച്ചാൽ കിട്ടില്ല, അതുകൊണ്ടാണ്. ഓക്കെ, വെളിച്ചപ്പാട് പോലെ ഇപ്പോൾ. ഓക്കെ, അപ്പോൾ എവിടെയാണ് വരയ്ക്കേണ്ടത്, എവിടെയാണ് നമ്മൾ സപ്പോർട്ട് ആൻഡ് റെസിസ്റ്റൻസ് വരയ്ക്കേണ്ടതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, നിങ്ങൾ ഇതുവരെ കണ്ടിട്ടുള്ള വീഡിയോകളോ അല്ലെങ്കിൽ പഠിച്ചതോ വെച്ച് കഴിഞ്ഞാൽ 1 കൂടുതൽ അല്ലെങ്കിൽ 2 കൂടുതൽ എന്താ പറയുക ഒരേ ഏരിയയിൽ വന്ന് ടച്ച് ചെയ്യുക. ഇപ്പം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതൊരു സപ്പോർട്ട് ഏരിയ എന്ന് പറയാം. കണ്ടോ, ഈ ഒരു ക്യാൻഡിൽ ഇവിടുന്ന് സ്റ്റാർട്ടായി മേലോട്ട് പോയി ഇവിടെ താഴെ വന്നു. അപ്പോൾ ഒരു ടച്ചായി, 2 ടച്ചായി, നിങ്ങൾക്ക് കാണുന്നുണ്ട് വിചാരിക്കുന്നു. കുറച്ചും കൂടെ വലുതാക്കാം, കാണുന്നുണ്ടോ? ഓക്കെ, ഒരു മിനിറ്റ്, കാണുന്നില്ലേ? അപ്പോൾ സപ്പോർട്ട് എന്ന് പറഞ്ഞാൽ നിങ്ങൾ പണ്ട് പഠിച്ചതെന്ന് വെച്ചാൽ, സപ്പോർട്ട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, അല്ലെങ്കിൽ എൻ്റെ വീഡിയോ തന്നെ ഉണ്ട്, സപ്പോർട്ട് എന്ന് പറഞ്ഞാൽ ഒരു ഏരിയയിൽ നിന്ന് ആദ്യത്തെ ഒരു ടച്ച്, അത് കഴിഞ്ഞ് അടുത്ത അതേ ഏരിയ തന്നെ ഒരു ടച്ച് വന്നു കഴിഞ്ഞാൽ അവിടെ എന്തൊരു സപ്പോർട്ട് ഏരിയ, അല്ലെങ്കിൽ സപ്പോർട്ട് ഏരിയ അവിടെ രൂപാന്തരപ്പെട്ടു. ഇനി അടുത്ത ഒരു സ്ഥലത്ത് വന്നു കഴിഞ്ഞ് അവിടെ വന്നു കഴിഞ്ഞാൽ അതും എന്തായി, സപ്പോർട്ടായി. അപ്പോൾ ഈ ഒരു 2 കൺഫർമേഷൻ ഇവിടെ കിട്ടിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ മൂന്നാമത് ആ ഏരിയയിൽ വരുമ്പോൾ അവിടുന്ന് മാർക്കറ്റ് മുകളിലേക്ക് പോകും, അല്ലേ? ഇത് കറക്റ്റ് തന്നെയാണ്. ഈ ഒരു സംഗതി, ഈ ഒരു സ്ട്രാറ്റജി, അല്ലെങ്കിൽ ഞാൻ നേരത്തെ പറഞ്ഞ വീഡിയോയിലുള്ളത് കറക്റ്റ് തന്നെയാണ്. പക്ഷേ ഇപ്പോൾ അത് മാറിയിട്ട്, ഇപ്പോഴത്തെ മാർക്കറ്റിൻ്റെ സ്ട്രക്ചറും മാർക്കറ്റിൻ്റെ ഇതും അതൊക്കെ മാറിയിട്ട് ഇത് എപ്പോഴും വർക്ക് ചെയ്യണമെന്നില്ല. മനസ്സിലാവുന്നുണ്ടോ? അപ്പോൾ അതുകൊണ്ട് തന്നെ സോറി
അതുകൊണ്ട് തന്നെ നമ്മുടെ പുതിയ സ്ട്രാറ്റജിയിൽ എങ്ങനെയാണ് സപ്പോർട്ട് ആൻഡ് റെസിസ്റ്റൻസ് വരയ്ക്കണേ എന്നുള്ളത് നിങ്ങൾക്ക് ഞാൻ പറഞ്ഞുതരാം. ഓക്കെ, നമ്മൾ ഏതൊരു പെയർ, ഇപ്പോൾ ഇഷ്ടമുള്ള പെയർ നിങ്ങൾക്ക് എടുക്കാം. ശ്രദ്ധിക്കണം, ഇവിടെ നിങ്ങൾ ഒരു മിനിറ്റ് നിങ്ങൾ ശ്രദ്ധിച്ചോട്ടോ. നിങ്ങൾക്ക് ഇഷ്ടമുള്ള ഒരു പെയർ എടുക്കാം, ഏത് പെയർ വേണമെങ്കിലും എടുത്തോ. INR എന്ത് പറ്റി? INR എന്തോ ഒരു ഇത് നടക്കുന്നുണ്ട്. ഓക്കെ, നിങ്ങൾക്ക് ഇഷ്ടമുള്ള ഒരു പെയർ എടുക്കുക. ഓക്കെ, ഈ ഒരു പെയർ എടുത്തു എന്ന് വെക്കുക. ഏതാണ്? USD ARS. ശ്രദ്ധിക്കുക, ഇവിടെ നിങ്ങൾ 1 മിനിറ്റിലാണ് നിങ്ങൾ ട്രേഡ് ചെയ്യുന്നത്. കാരണം നിങ്ങൾ ബൈനറിയാണ്, നിങ്ങൾ 1 മിനിറ്റിലാണ് നിങ്ങൾ ട്രേഡ് ചെയ്യുന്നത്. നിങ്ങൾ എന്ത് ചെയ്യുന്നു? ഓക്കെ, ഇത് മാത്രം ഒന്ന് കറക്റ്റായിട്ട് നിങ്ങൾ ശ്രദ്ധിക്കുക കേട്ടോ. ഓക്കെ, ഇവിടെ ഏറ്റവും ലാസ്റ്റിൽ നിങ്ങൾ കൊണ്ടുപോവുക. അവിടെ നിന്ന് ബാക്കോട്ട് പതുക്കെ പോവുക. എവിടെ നിന്നാണ് മാർക്കറ്റ് ടേണായത് ആ ഏരിയയിൽ നിങ്ങൾ റെക്റ്റാങ്കിൾ എടുക്കുക. നിങ്ങൾക്ക് മനസ്സിലാവുന്നുണ്ടോ ഞാൻ പറയുന്നത്? ഓക്കെ, ഇല്ലെങ്കിൽ ചോദിച്ചോട്ടോ, ചോദിച്ചോ, ഒരു കുഴപ്പമില്ല. കാരണം എനിക്ക് പറഞ്ഞു തരണം എന്നുള്ള ഒരു ആഗ്രഹമുണ്ട്, അതുകൊണ്ടാണ്. ഓക്കെ, സി, ഇപ്പോൾ ഒരു ഏതെങ്കിലും ഒരു പെയർ എടുക്കുക. ആ പെയറിൻ്റെ ഏറ്റവും അവസാനം എന്ന് വെച്ചാൽ കറണ്ട് ക്യാൻഡിലിൽ പോവുക. ഇതെങ്ങനെയൊന്ന് ചെറുതാക്കുക, കുറച്ച് കൂടുതൽ ക്യാൻഡിൽ നിങ്ങൾക്ക് കാണുന്ന വിധത്തിൽ. ഓക്കെ, എന്നിട്ട് എവിടെ നിന്നാണോ മാർക്കറ്റ് ടേൺ ആയത്, ഓക്കെ, മാർക്കറ്റ് ടേൺ എന്ന് പറഞ്ഞാൽ മുകളിൽ നിന്ന് താഴോട്ട് വന്നത് എന്ന് വെച്ച് കഴിഞ്ഞാൽ റെഡ് ക്യാൻഡിൽ കൂടുതൽ വന്നത് എന്ന് വെച്ചാൽ ഡ്രോപ്പ് ആയത്, അവിടെ നിങ്ങൾ എന്ത് ചെയ്യുക? റെസിസ്റ്റൻസ് ആയിട്ട് മാർക്ക് ചെയ്യുക. അപ്പോൾ റെസിസ്റ്റൻസ് ആയിട്ട് മാർക്ക് ചെയ്യുമ്പോൾ നിങ്ങൾ ശ്രദ്ധിക്കേണ്ടത് ഏറ്റവും വലിയ വിക്ക് എവിടെയാണെന്ന് നോക്കുക. ആ ടേൺ ആകുന്ന ഏരിയയിൽ ഏറ്റവും വലിയ വിക്ക് എവിടെയാണെന്ന് നോക്കുക. ഏതാണ് ഏറ്റവും വലിയ വിക്ക്? ഇതാ ഈ സാധനമാണ്, കണ്ടോ? ഈ ഒരു ഗ്രീൻ ക്യാൻഡിൽ അല്ലേ? ഈ ഒരു ഗ്രീൻ ക്യാൻഡിൽ അല്ലേ കാണുന്നുണ്ടോ? ഇതാ ഈ ഒരു ഗ്രീൻ ക്യാൻഡിലാണ് ഏറ്റവും വലിയ വിക്ക്. ഇതാ മാർക്കറ്റ് ടേൺ ആവുന്നത് ഇവിടുന്നാണ്. മനസ്സിലായി പറയണേ? ഒന്നും കൂടെ പറയണേ. ഹലോ 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 ഹലോ. ഓക്കെ, ഈ ഒരു വിക്കാണ്, ഈ ഒരു വിക്കാണ് ഏറ്റവും വലിയ വിക്ക്, ഈ ഒരു വിക്ക് അല്ലേ? അപ്പോൾ നമ്മൾ റെക്റ്റാങ്കിൾ എടുക്കുന്നു. നമ്മുടെ റെക്റ്റാങ്കിളിൻ്റെ ഏറ്റവും മേലത്തെ വര, ഞാനത് ബാക്കോട്ട് കളയട്ടെ. ഓക്കെ, ഏറ്റവും മേലത്തെ വര എവിടെ വെച്ചിരുന്നു? അതിൻ്റെ ആ വിക്കിൻ്റെ മേലെ ഇവിടെ കുറച്ചും കൂടെ വലുതാക്കി കാണിച്ചു തരാം. ഓക്കെ, ആ വിക്കിൻ്റെ മേലെ വയ്ക്കുന്നു. താഴത്തെ വര ശ്രദ്ധിക്കണേ, ആ ക്യാൻഡിലിൻ്റെ ബോഡിയിൽ കൊണ്ട് ടച്ച് ചെയ്യുന്നു. ഒരു മിനിറ്റ്, ഇവിടെയും ഇവിടെയും. ഇനി ഈ ചെയ്തതിൽ എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ നിങ്ങൾ പറ. ആ ബ്രോ, അത് ഫുള്ളാണ് ആ വിക്ക്, കണ്ടില്ലേ? ഈ വിക്ക് ഇവിടുന്ന് തൊട്ടിട്ട് വിക്കിനെ റെസിസ്റ്റൻസ് ആയിട്ട് ആ ടേൺ ആകുന്നുണ്ടെങ്കിൽ, അവിടെ ഒരു ഇത് ടേൺ ആവുന്നുണ്ടെങ്കിൽ അവിടെ റെസിസ്റ്റൻസ് ആയിട്ട് കാണാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഈ വരയ്ക്കുന്നത്. ഓക്കെ, ഇപ്പോൾ കണ്ടോ? അവിടെ വെച്ചിട്ട് നമ്മൾ ആ ഒരു റെക്റ്റാങ്കിളിനെ, നിങ്ങൾക്ക് മനസ്സിലായില്ലെങ്കിൽ ഒന്നും കൂടെ ചോദിക്കണേ, ആ റെക്റ്റാങ്കിളിനെ നമ്മൾ എന്ത് ചെയ്തു? നേരെ അങ്ങോട്ട് വരച്ചു. മനസ്സിലാവുന്നുണ്ടോ? അപ്പോൾ ഈ ഒരു ഏരിയ എന്തായെന്ന് പറഞ്ഞാൽ, ഈ ഒരു ഏരിയ റെസിസ്റ്റൻസ് ആണ്. ഈ ഒരു ഏരിയ റെസിസ്റ്റൻസ് സോൺ ആണ്. മനസ്സിലാവുന്നുണ്ടോ? ഒന്നും കൂടെ പറഞ്ഞുതരാം. ഒരു പെയർ എടുക്കുക, ആ പെയറിൻ്റെ ഏറ്റവും കറണ്ട് ക്യാൻഡിലേക്ക് പോകുക. കറണ്ട് ക്യാൻഡിൽ നിന്ന് ബാക്കോട്ട് എടുക്കുക, ബാക്കോട്ട് നോക്കുക. എവിടെയാണോ മേജറായിട്ട് ക്യാൻഡിൽ ഡ്രോപ്പ് അല്ലെങ്കിൽ ക്യാൻഡിൽ ടേൺ ആയിരിക്കുന്നത് എന്ന് വെച്ച് കഴിഞ്ഞാൽ മാർക്കറ്റ് ഡൗണിലേക്ക് എവിടെയാണോ വന്നിരിക്കുന്നത്, അവിടെ നിങ്ങൾ എന്ത് ചെയ്യുക? ഏറ്റവും ഹൈ വിക്കിൽ നിന്ന് ആ ക്യാൻഡിലിൻ്റെ ബോഡിയും കൂടെ ടച്ച് ചെയ്തിട്ട് ഒരു റെക്റ്റാങ്കിൾ ഡയറക്റ്റായിട്ട് വരയ്ക്കുക.
മനസ്സിലായോ? ബ്രോ ഞാൻ ഡൗട്ട് വെച്ചോട്ടെ. ആ നമ്മൾ ഈ റെക്ടാങ്കിൾ വരച്ചില്ലേ, അപ്പൊ ബ്രോ പറഞ്ഞില്ലേ കുറച്ചർത്ഥം ഒന്നിലധികം എന്താ പറയാ ഹൈയും ലോസും വരികയാണെങ്കിൽ അത് ഒരുമിച്ച് ചേർത്തിട്ടാണ് അവിടെ റെസിസ്റ്റൻസ് വരയ്ക്കാന്ന് പറഞ്ഞില്ലേ. ഇതിപ്പോ ഒരു പർട്ടിക്കുലർ ആയിട്ട് ഏരിയ മാത്രമല്ലേ നമ്മൾ ചെയ്യുന്നുള്ളൂ. ആ ബ്രോ, അവിടെ എന്താ വെച്ചാൽ നമ്മൾ എന്തിനാണ് ഇങ്ങനെ ഒരു റെസിസ്റ്റൻസ് വരയ്ക്കണമെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവിടെ കാണുന്ന പല ക്യാരക്ടേഴ്സ് ഉള്ള ക്യാൻഡിലിന് വേണ്ടിയിട്ടാണ്. ഇവിടെ നമുക്ക് ഇവിടുന്ന് ഒരു ട്രേഡ് എടുക്കണമെങ്കിൽ, ഇവിടുന്ന് ഇപ്പോൾ ഒരു ട്രേഡ് എടുക്കണമെങ്കിൽ, ഇപ്പോൾ ഈ ഒരു ക്യാൻഡിൽ വന്നു, ഈ ഒരു ക്യാൻഡിൽ കണ്ടോ, ഈ ക്യാൻഡിൽ എന്താണ്, ഈ തലകുത്തണ ക്യാൻഡിൽ എന്താണിത്, ഈ റെസിസ്റ്റൻസ് ഇവിടെ തലകുത്തണ ഒരു ക്യാൻഡിൽ വന്നു. ഇതെന്താണ് ക്യാൻഡിൽ? ഇൻവെർട്ടർ ഹാമർ അല്ലേ? ആണോ? അതോ ഷൂട്ടിംഗ് സ്റ്റാർ ആണോ? മറന്നുപോയി. ആ, ഷൂട്ടിംഗ് സ്റ്റാർ എന്ന് പറയുന്നത് എന്താണ്? ബൈ ആണോ സെല്ലാണോ? ബൈ. നെക്സ്റ്റ് ക്യാൻഡിൽ എന്തായി? ബൈ ആയോ? മനസ്സിലാവുന്നുണ്ടോ? അപ്പോൾ ഈ ഷൂട്ടിംഗ് സ്റ്റാർ വരേണ്ടത് എവിടെയാണ്? ഇവിടെ താഴെ വന്നു കഴിഞ്ഞാൽ അതിനെ ബൈ ഇത് കൊടുക്കാൻ പറ്റില്ല. അത് ഞാൻ പിന്നെ പറഞ്ഞുതരാം. ഓക്കെ, അത് ഞാൻ പറഞ്ഞുതരാം. അപ്പോൾ നമുക്കൊരു ഏരിയ കണ്ടുപിടിച്ച് ആ ഏരിയയിൽ ഏതൊക്കെ ടൈപ്പ് ഓഫ് ക്യാൻഡിലിൻ്റെ ക്യാരക്ടർ മനസ്സിലാക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ അടുത്ത നെക്സ്റ്റ് ക്യാൻഡിൽ ഏത് ട്രേഡ് എടുക്കണം എന്ന് മനസ്സിലാക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഒരു സോൺ വരയ്ക്കുന്നത്. മനസ്സിലായോ? ഇത് കുറച്ചൊരു ഡിഫിക്കൽട്ടായിട്ട് നിങ്ങൾക്ക് തോന്നും, പക്ഷെ പ്രാക്ടീസ് ചെയ്ത് കഴിഞ്ഞാൽ മനസ്സിലാകാൻ പറ്റും. ഓക്കെ, ഹലോ, ഹലോ, ഒരാളുടെ സൗണ്ടും കേൾക്കുന്നില്ലല്ലോ. സൗണ്ട് കട്ടായി. ആ പറയൂ, മനസ്സിലാവുന്നുണ്ടോ? മനസ്സിലാവുന്നുണ്ടോ? അല്ലെങ്കിൽ ഞാൻ ഇനിയും പറഞ്ഞുതരാം. ഓക്കെ, ഒന്നും കൂടി ഞാൻ പറഞ്ഞുതരാം. ഓക്കെ, ഇത് പോട്ടെ, വേറൊരു ഇതെടുക്കാം. ഓക്കെ, വേറൊരു പേരെടുക്കാം. ഇതാ ഇവിടെ ഫോമായി വരുന്നു. ഓക്കെ, ഈ പേരെടുക്കാം. ഓക്കെ, ഇവിടെ ഒരു ക്യാൻഡിൽ ഇവിടെ ഒരു എന്താ പറയുക ഡൗൺ ട്രെൻഡിൻ്റെ ഒരു ഫോർമേഷൻ ഇവിടെ നടക്കുകയാണ്. ഓക്കെ, ഇവിടെ ടേണിങ് നടക്കുകയാണ്. ഇവിടെ ടേണിങ് നടക്കുന്ന സമയത്ത് നമ്മൾ എന്ത് ചെയ്യുന്നു? റെക്റ്റാങ്കിൾ എടുക്കുന്നു. അത് ബ്രേക്ക് ഔട്ട് ആവോ ബ്രേക്ക് ആവോ എന്നുള്ളത് നമുക്കറിയത്തില്ല. നമ്മളിവിടെ എന്ത് ചെയ്യുന്നു? ഇവിടുന്ന് നമ്മൾ ഏറ്റവും ഹൈൻ്റെ വിക്ക് ഏതാണ്? ഹൈൻ്റെ വിക്ക് ഏതാണ് വരുന്നത്? ഏറ്റവും ഹൈ ഏതാണ്? ഇല്ല, ഇവിടെയല്ല, ഇത് ഈ രണ്ട് ക്യാൻഡിൽ ഇതല്ല കേട്ടോ. ഇതിവിടെ ഗ്രീൻ ക്യാൻഡിൽ വന്നു. അപ്പോൾ ഇത് കണ്ടിന്യൂഷൻ വന്നിട്ടില്ല, ഇവിടെ കണ്ടിന്യൂഷൻ വന്നു. മനസ്സിലാവുന്നുണ്ടോ? ഇല്ല 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 ഇല്ല, ഒരിക്കലും ഇല്ല. ഇതുണ്ടോ? എന്താ വലുതാവാത്? ഇപ്പൊ കണ്ടോ ബ്രോ? മാർക്കറ്റ് ടേൺ ആകുന്ന, ഇനിയിപ്പോൾ ഇത് ഇവിടെ വന്നിട്ട് ബ്രേക്ക് ആയി കഴിഞ്ഞാൽ ഈ ഒരു ഇത് പോയി, ഈ ഒരു ഏരിയ പോയി. മനസ്സിലാവുന്നുണ്ടോ? ഓക്കെ, മാർക്കറ്റ് ടേൺ ആകുന്ന ഏരിയ ഉണ്ടല്ലോ, മാർക്കറ്റ് ടേൺ ആകുന്ന ഒരു കാര്യം പറയാൻ പറ്റി, രണ്ടോ അതിൽ കൂടുതലോ റെഡ് ക്യാൻഡിൽ അടുപ്പിച്ച് വരുന്ന ഏരിയ, മാർക്കറ്റ് ടേൺ ആകുന്ന ഏരിയയിൽ നമ്മൾ അതിൻ്റെ ഏറ്റവും ഹൈ ഉള്ള വിക്ക് മുതൽ അതിൻ്റെ അതേ ക്യാൻഡിലിൻ്റെ ബോഡിയിലേക്ക് വരയ്ക്കുന്ന ഒരു റെക്റ്റാങ്കിൾ. ഓക്കെ, ആ റെക്റ്റാങ്കിൾ നേരിട്ട് വരയ്ക്കുക. വരച്ച് കഴിഞ്ഞ് കഴിഞ്ഞിട്ട് അതായിരിക്കും ആ ഒരു ടൈമിങ്ങിൽ അവിടെ ഒരു റെസിസ്റ്റൻസ് ഏരിയ ആയിട്ട് ആക്ട് ചെയ്യുന്നത്. മനസ്സിലാവുന്നുണ്ടോ? ഇത് നിങ്ങൾ പ്രശ്നമല്ല, ഈ വീഡിയോ ഒന്നും കൂടെ നിങ്ങൾ റിപ്പീറ്റ് ചെയ്ത് കണ്ടു കഴിഞ്ഞാൽ നിങ്ങൾക്ക് മനസ്സിലാവും. ഞാനിതിൻ്റെ വീഡിയോ ക്ലിപ്പ് അയച്ചു തരാം. ഓക്കെ, കുറച്ച് ബുദ്ധിമുട്ടും.
ഏ ഹലോ, ഒരാളെങ്കിലും എനിക്ക് ഇത് ആൻസർ പറഞ്ഞാ. ബ്രോ മനസ്സിലാവുണ്ട്. ആ ഇപ്പൊ ഫോം ചെയ്യണ ആ ഒരു ക്യാൻഡിൽ ആ റെസിസ്റ്റൻസ് ഏരിയയിൽ തട്ടിയാണെന്നുണ്ടല്ലേ ആ തട്ടായിട്ട് താഴോട്ട് വരുന്നത്. അതെ അതെ. സി, ഇതൊരു ടൈം ബീങ്ങിലാണ്, അല്ലാതെ ഈ റെസിസ്റ്റൻസ് ഏരിയ തന്നെ ആയിരിക്കും ഇനി അങ്ങോട്ട് എന്നുള്ളതല്ല. ഒരു പർട്ടിക്കുലർ ടൈമിൽ, മനസ്സിലാവുന്നുണ്ടോ, ഒരു പർട്ടിക്കുലർ ടൈമിൽ നമുക്ക് ഒരു എൻട്രി എടുക്കാൻ വേണ്ടിയിട്ടാണ്. നമുക്കല്ലാതെ ഈ ഒരു ഇതിൽ ഒരു 4-5 എൻട്രി എടുക്കാനല്ല, ഈ ഒരു കുറച്ചൊരു ടൈം പീരീഡിൽ നമുക്ക് എൻട്രി എടുക്കാൻ വേണ്ടിയിട്ടാണ്. മനസ്സിലാവുന്നുണ്ടോ? അപ്പോൾ ഓരോ ബൈനറിയിൽ, പ്രത്യേകിച്ച് ബൈനറി ട്രേഡിങ്ങിൽ നമ്മൾ 1 മിനിറ്റിലാണല്ലോ നമ്മൾ ട്രേഡ് ചെയ്യണേ. അപ്പോൾ ഓരോ നമ്മുടെ സപ്പോർട്ട് ആൻഡ് റെസിസ്റ്റൻസ് നമ്മൾ വരയ്ക്കുമ്പോഴും അത് ഓരോ ട്രേഡ് എടുക്കാനാണ് എന്നുള്ളതാണ് നമ്മൾ എപ്പോഴും മനസ്സിലാക്കേണ്ടത്. മനസ്സിലാവുന്നുണ്ടോ? എന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ഒരു ട്രേഡിൽ ഈ ഒരു ഏരിയയിൽ ഇതുണ്ടോ, ഇപ്പോൾ ഇവിടെ നമ്മൾ ട്രേഡ് എടുത്തെങ്കിൽ എന്താണ്, ഇതുണ്ടോ റെസിസ്റ്റൻസ് നമ്മൾ വരച്ചു, ഇവിടെ വന്നു, ഇത് തട്ടി, ഇവിടെ നമ്മൾ എന്ത് ചെയ്തു, ഒരു ട്രേഡ് എടുത്ത് നമുക്ക് വിന്നായി. മനസ്സിലാവുന്നുണ്ടോ? പക്ഷേ ഇത് ഇവിടെ ട്രേഡ് എടുക്കണോ എടുക്കണ്ടേ എന്നുള്ളത് അത് ഈ ക്യാൻഡിലിനെ നോക്കിയിട്ടാണ്. ഈ ക്യാൻഡിൽ എന്താണെന്നുള്ളത് അത് നമുക്ക് പിന്നെ പറഞ്ഞുതരാം. ഓക്കെ, അപ്പോൾ നമ്മളിപ്പോൾ ചെയ്യേണ്ടത് സപ്പോർട്ട് ആൻഡ് റെസിസ്റ്റൻസ് എങ്ങനെ വരയ്ക്കുന്നു എന്നുള്ളതാണ്. ഇനി ഒന്നും കൂടെ ഞാൻ വരച്ചുതരാം റെസിസ്റ്റൻസ്. ഓക്കെ, അപ്പോൾ നിങ്ങൾക്ക് കുറച്ചും കൂടെ ഈസി ആയിട്ട് മനസ്സിലാവും. ഒന്നും കൂടെ വരയ്ക്കട്ടെ? ഓക്കെ, ഇതൊരു കൺജസ്റ്റഡ് മാർക്കറ്റാണ്, ഇതല്ല. ഓക്കെ, ഇവിടെ വരയ്ക്കാം. കണ്ടോ? സി, USD BRL അതിൽ ഞാനിപ്പോൾ ഒരു റെസിസ്റ്റൻസ് വരയ്ക്കാൻ പോവാണ്. ഞാൻ വരച്ചു കഴിഞ്ഞിട്ട് അതിൻ്റെ ഡീറ്റെയിൽ പറഞ്ഞുതരാം. മാർക്കറ്റ് ടേൺ ആയത്, ഒരു മിനിറ്റ് പെന്നൊക്കെ എടുക്കട്ടെ. ഇത് മാർക്കറ്റ് ഇവിടുന്ന് മേലോട്ട് പോയി, ഇവിടുന്ന് താഴോട്ട് വന്നു. അപ്പോൾ മാർക്കറ്റ് ഇവിടെയാണ് ടേൺ ആയത്. ഓക്കെ, അപ്പോൾ ഞാൻ എൻ്റെ റെസിസ്റ്റൻസ് ഏരിയ ഞാൻ കണ്ടുപിടിച്ചു. ഇതാണ് റെസിസ്റ്റൻസ്, ഏറ്റവും അടുത്തുള്ള റെസിസ്റ്റൻസ് ഏരിയ ഇതാണ്, കണ്ടുപിടിച്ചു ഞാൻ. അപ്പോൾ ഞാൻ അതിൻ്റെ റെസിസ്റ്റൻസ് എനിക്കപ്പോൾ ട്രേഡ് ചെയ്യാൻ വേണ്ടിയിട്ട് ഞാനത് റെസിസ്റ്റൻസ് ഏരിയ കണ്ടുപിടിക്കണം. ഇനി ഇതിൽ ഏറ്റവും വലിയ വിക്ക് ഏതാണ്? ഇതിനേക്കാളും വലുതാണ് ഈ വിക്ക്. അപ്പോൾ ഈ വിക്കിൽ കൊണ്ടുപോയിട്ട് ഞാൻ മേലത്തെ വര വെച്ചു, വിക്കിൽ താഴത്തെ വര ഈ ബോഡിയിലും വെച്ചു. ഓക്കെ, അപ്പോൾ എനിക്ക് ഒരു റെസിസ്റ്റൻസ് സോൺ കിട്ടി. അപ്പോൾ ഇതിൻ്റെ ഉള്ളിൽ എന്തെങ്കിലും ക്യാൻഡിൽ വന്നാൽ ഞാൻ ട്രേഡ് ചെയ്യില്ല. ഇതിൽ തട്ടിയിട്ട് ക്യാൻഡിൽ താഴോട്ട് പോയി കഴിഞ്ഞാൽ ഞാൻ ട്രേഡ് ചെയ്യും. എൻ്റെ ഇത് ക്ലിയർ ആണ്, എൻ്റെ വ്യൂ ക്ലിയർ ആണ്. ഓക്കെ, മനസ്സിലായോ? ആ, ഇപ്പോ റെസിസ്റ്റൻസ് ഏരിയയുടെ ഉള്ളിലാണ് ക്യാൻഡിൽ ആ വരയുടെ മുകളിൽ തട്ടിയിട്ടാണ് ഫോം ചെയ്ത് നിൽക്കുന്നത് വെച്ച് കഴിഞ്ഞാൽ അടുത്ത ട്രേഡ് നമുക്ക് ഡൗണിലേക്ക് എടുക്കാൻ പറ്റുമോ? അത് ക്യാൻഡിലിനെ നോക്കിയിട്ട്, നമ്മൾ ഏത് ക്യാൻഡിലാണോ അവിടെ ഫോം ആവുന്നത് അതിനെ നോക്കി. മുകളിലേക്ക് തട്ടിയ ഗ്രീൻ ക്യാൻഡിൽ അതിന് വരയുടെ മുകളിലാണ് ഫോം ചെയ്തിരിക്കുക, റെസിസ്റ്റൻസിന്റെ ആ ഒരു റെക്ടാങ്കിളിന്റെ ഉള്ളിലാണ് ഫോം ചെയ്തിരിക്കുക. ഇല്ല, റെക്ടാങ്കിളിന്റെ ഉള്ളിൽ എന്ത് ചെയ്താലും നമ്മൾ എടുക്കാതിരിക്കുന്നതാണ് ഏറ്റവും നല്ലത്. ക്ലോസിങ് റെക്ടാങ്കിളിന്റെ ഉള്ളിൽ ക്ലോസിങ് നടക്കുകയാണെങ്കിൽ ഒരിക്കലും ഒരു ട്രേഡ് എടുക്കരുത്. ഓക്കെ, താങ്ക് യു ബ്രോ. ആ ഡൗട്ട് ചോദിച്ചത് നന്നായി. ഓക്കെ, അപ്പോൾ എല്ലാവരും ശ്രദ്ധിക്കുക, റെക്ടാങ്കിളിൻ്റെ ഉള്ളിൽ നമ്മളിപ്പോൾ ഈ റെക്ടാങ്കിൾ ഇത്രയും വീതിയുണ്ട്. ഓക്കെ, ചിലത് ഇത്ര വീതിയൊന്നും ഉണ്ടാവില്ല, ചിലത് ഇതിനെക്കാട്ടും വീതി ഉണ്ടാവും. റെക്ടാങ്കിളിൻ്റെ ഉള്ളിൽ നമ്മുടെ റെസിസ്റ്റൻസ് ഏരിയൻ്റെ ഉള്ളിൽ ഏതെങ്കിലും ഒരു ക്യാൻഡിൽ ക്ലോസ് ആയിക്കഴിഞ്ഞാൽ, അല്ലെങ്കിൽ ഏതെങ്കിലും ക്യാൻഡിൽ ക്ലോസ് ആവുമെന്ന് പറഞ്ഞാൽ എന്താ പറയുക, അതിൻ്റെ ബോഡി അവിടെ നിൽക്കുക, വിക്ക് അപ്പുറത്തേക്ക് ഇപ്പുറത്തേക്ക് പോയിക്കോട്ടെ, കുഴപ്പമില്ല, ബോഡി അതിൻ്റെ ഉള്ളിൽ നിൽക്കുകയാണെങ്കിൽ നിങ്ങൾ ഒരിക്കലും അത് ട്രേഡ് എടുക്കരുത്. ക്രോസ് ചെയ്ത് മുകളിലേക്ക് പോയി കഴിഞ്ഞാൽ അത് വേറെ സ്ട്രാറ്റജിയാണ്. ഓക്കെ, അത് പറയാം, അത് നമ്മുടെ ക്ലാസ് വരുന്നേ ഉള്ളൂ. ഓക്കെ, ഇപ്പൊ നമ്മൾ റെസിസ്റ്റൻസ് വരയ്ക്കുന്നത് എങ്ങനെയാണ്? ഓക്കെ, ഒരു ഡൗട്ട് ഉണ്ട്. ചോദിക്കൂ. അതായത് ഇപ്പോ റെസിസ്റ്റൻസ് വരയ്ക്കുന്നത് വിക്ക് ബേസ് ചെയ്തിട്ടാണെന്ന് പറഞ്ഞു. ഇപ്പോ എന്റെ ഒരു ഡൗട്ട്, ഇപ്പോ നമ്മള് റെസിസ്റ്റൻസ് വരയ്ക്കുമ്പോഴത്തേക്ക് ഇപ്പോ വിക്ക് ഇല്ല എന്നുണ്ടെങ്കിൽ ഇപ്പോ എങ്ങനെയാ റെസിസ്റ്റൻസ് വരയ്ക്കുക? അപ്പൊ ഞാൻ ഉദ്ദേശിച്ചെന്ന് പറഞ്ഞാൽ ടേണിംഗ് പോയിന്റിൽ വിക്ക് ഇല്ല. ഓക്കെ,
അവിടെ വിക്ക് ഇല്ലെങ്കിൽ അതിൻ്റെ അർത്ഥം എന്താണെന്നറിയോ? അവിടെ ബയേഴ്സ് കൂടുതലുണ്ടെന്ന് തന്നെയാണ്. അവിടെ റെസിസ്റ്റൻസ് ഏരിയ അല്ല എന്നാണ് അതിൻ്റെ അർത്ഥം. ഇപ്പോ വിക്ക് ഇല്ലാതെ ഇപ്പോ 2 ഡൗൺ ക്യാൻഡിൽ വന്നാലും അത് നമുക്ക് റെസിസ്റ്റൻസ് ആയിട്ട് കൺസിഡർ ചെയ്യാൻ പറ്റില്ല എന്നാണ്. ഇല്ല, വിക്ക് നിർബന്ധമായിട്ടും വേണം. വെരി ഗുഡ് ക്വസ്റ്റ്യൻ. അതെ. ഇപ്പോൾ വിക്കില്ലാതെ ഇപ്പം ഞാൻ പറയാം, ഇവിടെ ഇവിടെ കണ്ടോ, ഇവിടെ ഒരു വിക്ക് ഉണ്ട്, കണ്ടോ? ടേൺ ആയപ്പോൾ ഇവിടെ വിക്ക് വന്നു, കാണുന്നില്ലേ? ഇവിടെ ഒരു വിക്ക് ഉണ്ട്. ഓക്കെ, വിക്കില്ലാത്ത ഒരു ഏരിയ കണ്ടുപിടിക്കാൻ പാടായിരിക്കും. ഓക്കെ, വിക്ക് ഉണ്ടാവും. വിക്ക് അല്ല, സെല്ലേഴ്സിന്റെ പ്രസൻസ്. അതെ, വിക്ക് വരിക എന്ന് വെച്ചാൽ സെല്ലേഴ്സിന്റെ പ്രസൻസ് എന്ന് വെച്ച് കഴിഞ്ഞാൽ റെസിസ്റ്റൻസിൽ സെല്ലേഴ്സിന്റെ പ്രസൻസ്, അതും കൂടെ നമ്മൾ പറയണം. ഓക്കെ, അപ്പോൾ നമ്മൾ റെസിസ്റ്റൻസ് ഏരിയ വരയ്ക്കുന്നത് എങ്ങനെയാണെന്നുള്ളത് നിങ്ങൾ ഒന്നും കൂടെ റിപ്പീറ്റ് ചെയ്ത് നോക്കുക. ദയവ് ചെയ്തിട്ട് നിങ്ങൾ ഡെമോ അക്കൗണ്ട് ഓപ്പൺ ചെയ്തിട്ട് എൻ്റെ ഡെമോ അക്കൗണ്ടിൽ നോക്കിക്കേ, ഏകദേശം എത്രയോ 2,61,000 ഇത്രയും രൂപ ഞാൻ ഈ $1, $1, $2, $3, $3 എന്ന് വെച്ച് ഞാൻ ഉണ്ടാക്കിയ പൈസയാണ് ഡെമോ അക്കൗണ്ടിൽ. നിങ്ങളുടെ ഡെമോ അക്കൗണ്ടിൽ ഇത്രയും പൈസയൊക്കെ ഉണ്ടായിട്ടുണ്ടോ? ഉണ്ടാവില്ല. ഇല്ല. എന്തുകൊണ്ട്? നിങ്ങൾ പ്രാക്ടീസ് ചെയ്യുന്നില്ല. പ്രാക്ടീസ് ചെയ്യുക, നന്നായിട്ട് പ്രാക്ടീസ് ചെയ്യുക, മാക്സിമം പ്രാക്ടീസ് ചെയ്യുക. അപ്പം ഇത് നമുക്ക് ഭാഗ്യമാണ് നമുക്കൊരു ഡെമോ അക്കൗണ്ട് കിട്ടിയത്. ആ ഡെമോ അക്കൗണ്ട് നന്നായിട്ട് പ്രാക്ടീസ് ചെയ്യുമ്പോഴാണ് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റുള്ളൂ, നമുക്ക് കൂടുതലായിട്ട് നമുക്ക് റിയൽ അക്കൗണ്ടിലേക്ക് ചെയ്യാനുള്ള ഒരു സ്പീഡ് കിട്ടുള്ളൂ. ഇപ്പോൾ കുറേ പേര് പറയുന്നുണ്ട്, ബ്രോ മറ്റേ സിഗ്നൽസ് ഇട്ടു, ഞങ്ങൾക്ക് സ്പീഡിൽ എടുക്കാൻ പറ്റിയിട്ടില്ല. സിഗ്നൽ ഇട്ട് കഴിഞ്ഞാൽ 10 പേരിലോ 8 പേരും കറക്റ്റായിട്ട് എടുക്കും, 2 പേർക്ക് ലോസ് എന്ന് വരുന്നു, അല്ലെങ്കിൽ 2 പേർക്ക് റീഫണ്ട് വരുന്നു. അതെന്ത് പറ്റി? അവർക്ക് ആ സ്പീഡില്ല. എന്തുകൊണ്ടില്ല? പ്രാക്ടീസ് ചെയ്യുന്നില്ല. മനസ്സിലാവുന്നുണ്ടോ? അപ്പോൾ പ്രാക്ടീസ് ചെയ്താൽ മാത്രമേ ആ ഒരു സ്പീഡും കൈവഴക്കവും വരുള്ളൂ. ഓക്കെ, പ്ലീസ് അതൊന്ന് നിങ്ങൾ കൺസിഡർ ചെയ്യണം കേട്ടോ. അപ്പോൾ നിങ്ങൾ നന്നായിട്ട് പ്രാക്ടീസ് ചെയ്യുക. അപ്പോൾ ഓക്കെ, ടോപ്പിക്കിൽ നിന്ന് വിട്ടുപോകുന്നു. അപ്പോൾ റെസിസ്റ്റൻസ് എന്ന് പറയുന്നത് ഇതാണ്. അപ്പോൾ നിങ്ങൾ ഇവിടെ വരാതെ ഇത് താഴോട്ട് പോയി, അതൊക്കെ നമുക്ക് പിന്നെ വരുന്ന ക്ലാസ്സുകളിൽ ഞാൻ പറയുന്നതാണ് കേട്ടോ. നിങ്ങൾക്ക് ചോദ്യം വരാം, ഇതുണ്ട് ഈ ഒരു ഏരിയ എന്തുകൊണ്ട് റെസിസ്റ്റൻസിൻ്റെ ഇവിടെ വന്നില്ല, നമുക്ക് ഈ ഒരു ട്രേഡ് എടുത്തുകൂടായിരുന്നോ? ഓക്കെ, ഈ ട്രേഡ് അവോയ്ഡ് ചെയ്യണം. അതൊക്കെ ഞാൻ പിന്നെ അടുത്ത ക്ലാസ്സുകളിൽ പറയുന്നതാണ്. ഇപ്പം ഞാൻ ജസ്റ്റ് ഒന്ന് പറയുന്നത് വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ആ സമയത്ത് പറയുന്ന സമയത്ത് നിങ്ങൾക്ക് എന്തെങ്കിലും ഇത് മനസ്സിൽ ഓർമ്മ വന്നു കഴിഞ്ഞാൽ അതെന്നോട് ചോദിക്കാൻ മറക്കരുത്, അത്രയേ ഉള്ളൂ. ഓക്കെ, അപ്പോൾ റെസിസ്റ്റൻസ് എങ്ങനെയാണ് വരയ്ക്കുന്നത് എന്നുള്ളത് നിങ്ങൾക്ക് ഇപ്പോൾ ഏകദേശം മനസ്സിലായി. ഓക്കെ, ദ സെയിം പോലെയാണ് എന്ത് ചെയ്യേണ്ടത്, സപ്പോർട്ട് വരയ്ക്കേണ്ടത്. മനസ്സിലാവുന്നുണ്ടോ? സപ്പോർട്ട് വരയ്ക്കേണ്ടത് നിങ്ങൾ സെയിം ആയിട്ടുള്ള പോലെയാണ്. അപ്പോൾ നിങ്ങൾ നോക്കേണ്ടത് എന്താണ്, സപ്പോർട്ട് എങ്ങനെയാണ് വരയ്ക്കേണ്ടത്? അടുപ്പിച്ച് 2 or 3 ക്യാൻഡിൽ വരുന്ന ഗ്രീൻ ക്യാൻഡിൽ വന്നിട്ടുണ്ടെങ്കിൽ, ഒരു മാർക്കറ്റ് ടേൺ ആകുന്നുണ്ടെങ്കിൽ, ഓക്കെ, അടുപ്പിച്ച് 1 or 2 2 or 3 ഒരു മാർക്കറ്റ് ടേൺ ആവുന്നുണ്ട്. ടേൺ എന്ന് പറഞ്ഞാൽ എങ്ങനെയാണ്, ഒരു കറക്റ്റായിട്ട് ഞാനിവിടെ കാണിച്ചു തരാം. ഇവിടെ കാണിച്ചു തരാം. ഓക്കെ, മാർക്കറ്റ് അതിൻ്റെ റെസിസ്റ്റൻസിൽ നിന്ന് താഴോട്ട് വന്ന് അവിടെ നിന്ന് മാർക്കറ്റ് ടേൺ ചെയ്ത് മുകളിലേക്ക് പോകുന്നുണ്ടെങ്കിൽ, ഒരു 2 or 3 ക്യാൻഡിൽ ഗ്രീൻ ക്യാൻഡിൽ വന്ന് മാർക്കറ്റ് ടേൺ ചെയ്യുന്നുണ്ടെങ്കിൽ, ഏറ്റവും താഴെ കിടക്കുന്ന വിക്ക് അതേതായിരിക്കും? ഈ ഒരു ക്യാൻഡിലാണ്. ഇത് റെഡ് ആയിക്കോട്ടെ, ഗ്രീൻ ആയിക്കോട്ടെ, എന്തായിക്കോട്ടെ, നിങ്ങൾ കളർ നോക്കണ്ട. ഓക്കെ, മനസ്സിലാവുന്നുണ്ടോ? ഹലോ, ഒന്നും കൂടെ പറഞ്ഞുതരാം. ഇവിടെ കുറച്ചും കൂടെ വൃത്തിയായിട്ട് പറഞ്ഞുതരാം. ഓക്കെ, ഒരു മാർക്കറ്റ് അല്ലെങ്കിൽ ഒരു പെയർ നമ്മൾ ട്രേഡ് ചെയ്യുമ്പോൾ അതിൻ്റെ റെസിസ്റ്റൻസിൽ നിന്ന് താഴോട്ട് വന്ന് മാർക്കറ്റ് ടേൺ ചെയ്ത് 1 or 2 or 3, കാരണം നമ്മൾ സപ്പോർട്ട് വരയ്ക്കുമ്പോൾ ആ സപ്പോർട്ടായിട്ട് രൂപാന്തരപ്പെടണം, അല്ലെങ്കിൽ സപ്പോർട്ടായിട്ട് ആക്റ്റ് ആവണം. അല്ലാതെ ഇവിടെ ക്യാൻഡിൽ ഗ്രീൻ വന്നപ്പോഴത്തേക്കും വേഗം കൊണ്ടിട്ട് നമ്മൾ സപ്പോർട്ട് വരയ്ക്കില്ല.
നമ്മൾ ട്രേഡ് എടുക്കുന്ന ഈ ഏരിയയിലല്ല, നമ്മൾ ട്രേഡ് എടുക്കുന്നത് ഇതിൻ്റെ അപ്പുറത്താണ് അല്ലേ? ഇതിൻ്റെ ഈ ഭാഗത്തായിരിക്കും നമ്മൾ ട്രേഡ് എടുക്കുക, ഇവിടെയല്ല. അപ്പോൾ ഒരു മാർക്കറ്റ് മേലേന്ന് താഴെ വന്ന് ടേണായി മുകളിലേക്ക് പോകുന്ന ഏരിയയാണ് സപ്പോർട്ട്. ഓക്കെ, താൽക്കാലിക സപ്പോർട്ട്. അപ്പോൾ അതിൻ്റെ ആ ടേൺ ആകുന്നതിലെ ഏറ്റവും താഴെ കിടക്കുന്ന വിക്ക് അതേത് ക്യാൻഡിലാണ് നമ്മൾ ഐഡൻറ്റിഫൈ ചെയ്യണം. ഇപ്പോൾ ഇവിടെ ഏതാണ് ഏറ്റവും താഴെ കിടക്കുന്നത്? ഈ ക്യാൻഡിലാണ് അല്ലേ? അപ്പോൾ ഈ ക്യാൻഡിലിൻ്റെ ഏറ്റവും അടിയിൽ നമ്മൾ മറ്റേ ഇത് റെസിസ്റ്റൻസ് വരച്ചതുപോലെ തന്നെ നമ്മൾ അതിൻ്റെ ഉൾട്ട, ഓക്കെ, അതിൻ്റെ ഉൾട്ട നമ്മൾ എന്ത് ചെയ്യും? ബോഡിയിൽ ഇവിടെ കൊടുക്കും റെസിസ്റ്റൻസ്, അല്ല ഈ ഇത് ഇവിടെയും കൊടുക്കും. മനസ്സിലാവുന്നുണ്ടോ? ദാ ഇവിടെ വരച്ചത് കണ്ടോ? ഈ മാർക്കറ്റ് മേലെ നിന്ന് താഴെ എത്തി ടേണായിട്ട് മുകളിലേക്ക് പോയി അതിൽ ഏറ്റവും താഴെ കിടക്കുന്ന അല്ലെങ്കിൽ ഏറ്റവും താഴോട്ട് നീണ്ടു കിടക്കുന്ന വിക്ക് തൊട്ടിട്ട് ആ ക്യാൻഡിലിൻ്റെ ബോഡി വരെ നമ്മളൊരു റെക്റ്റാങ്കിൾ വരയ്ക്കും. അതാണ് എന്ത്? നമ്മുടെ സപ്പോർട്ട് ഏരിയ. മനസ്സിലാവുന്നുണ്ടോ? അതാണ് നമ്മുടെ സപ്പോർട്ട് ഏരിയ. ഇനി ഇതിനെ വന്ന് ബ്രേക്ക് ചെയ്ത് അതൊക്കെ വേറെ കഥകളാണ്, അത് പിന്നെ പറഞ്ഞുതരാം. അതൊക്കെ നമ്മൾ വരുന്നേ ഉള്ളൂ. ക്ലാസ് ഒരു 10-15-20 തന്നെ ഉണ്ടാവും. ഇതെന്തുകൊണ്ടാണ് ഞാൻ സമയമെടുത്ത് ഓരോന്ന് പറയണമെന്ന് വെച്ചാൽ ഈ സപ്പോർട്ട് ആൻഡ് റെസിസ്റ്റൻസ് നിങ്ങൾ മനസ്സിലാക്കിയില്ലെങ്കിൽ പഠിച്ചില്ലെങ്കിൽ എന്താ പറയുക, നിങ്ങൾക്കത് വളരെ ബുദ്ധിമുട്ടാവും, വളരെ ബുദ്ധിമുട്ടാവും. ഓക്കെ, അതാണ് ട്രേഡിങ്ങിന്. ഓക്കെ, അപ്പോൾ അതുകൊണ്ടാണ് ഞാനിത് ഒന്നും കൂടെ അങ്ങനെ കുറച്ച് ഡീറ്റെയിൽ ആയിട്ട് നിങ്ങൾക്ക് പറഞ്ഞു തരുന്നത്. ഓക്കെ, ആ സപ്പോർട്ട് ബ്രേക്ക്ഔട്ട് ചെയ്തില്ലേ രണ്ടാമത്? ഇത് പോയി. ഇനി അടുത്ത് നമുക്ക് ഇത് സപ്പോർട്ടായിട്ട് ഉപയോഗിക്കാൻ പറ്റുമോ, അല്ലെങ്കിൽ താഴെ വേറെ സപ്പോർട്ട് വരക്കണോ? ഇവിടെ സപ്പോർട്ട് വരയ്ക്കണമെന്ന് ഇത് ആക്ട് ചെയ്യുമല്ലോ. ഇത് സപ്പോർട്ടായിട്ട് നമുക്ക് 2 കൂടുതൽ അല്ലെങ്കിൽ 3 ഇതുണ്ടെങ്കിൽ ഇവിടെ നമുക്ക് സപ്പോർട്ടായിട്ട് വരച്ചു കഴിഞ്ഞാൽ ഇവിടെ ഒരു സപ്പോർട്ട് കിട്ടിയത് കണ്ടില്ലേ? ഇല്ല, ഒരിക്കലും നമ്മൾ ഒരു സപ്പോർട്ട് വരച്ചാലും അതിനെ ഒഴിവാക്കരുത്. ഓക്കെ, കാരണം വെച്ചാൽ അവിടെ ആ ഒരു ഏരിയ നമ്മൾ എപ്പോഴും ഒരു 10 മിനിറ്റ് ഓരോ മിനിറ്റ് അല്ലേ ഇത്, ഒരു 10 മിനിറ്റിൻ്റെ ഒരു ഗ്യാപ്പ് നമ്മൾ, അല്ലെങ്കിൽ ഒരു 10-20 മിനിറ്റിൻ്റെ ഒരു ഗ്യാപ്പ് നമ്മൾ വെച്ചിരിക്കണം എപ്പോഴും. ഒരു 10 ക്യാൻഡിൽ അല്ലെങ്കിൽ 20 ക്യാൻഡിൽ നമ്മൾ എപ്പോഴും നമ്മുടെ ട്രേഡിംഗ് ഏരിയ ആയിട്ട് നമ്മൾ കണക്കാക്കണം. മനസ്സിലായോ? അപ്പോൾ സപ്പോർട്ട് ഏരിയ എന്നുള്ളത് ഇങ്ങനെയാണ് സപ്പോർട്ട് വരയ്ക്കേണ്ടത്. നിങ്ങൾ മനസ്സിലായോ? സപ്പോർട്ട് വരയ്ക്കേണ്ടത് എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു മാർക്കറ്റ് അല്ലെങ്കിൽ ഒരു പ്രൈസ് ഡൗണിലേക്ക് വന്ന് അത് ടേൺ ആയി കഴിയുമ്പോൾ ആ ടേൺ ആകുന്ന ഏരിയയിൽ ഏറ്റവും താഴോട്ട് കിടക്കുന്ന, മറ്റേത് റെസിസ്റ്റൻസ് വരയ്ക്കുമ്പോൾ ഏറ്റവും മുകളിൽ, സപ്പോർട്ട് വരയ്ക്കുമ്പോൾ ഏറ്റവും താഴെ കിടക്കുന്ന വിക്ക് ആ ക്യാൻഡിലിൻ്റെ വിക്കിൻ്റെ ഹൈയും അല്ലെങ്കിൽ ബോഡി ടച്ച് ചെയ്തിട്ടും വിക്കിലേക്കും കൂടിയിട്ട് ഒരു റെക്റ്റാങ്കിൾ വരയ്ക്കുന്നു. അത് സപ്പോർട്ട് ഏരിയ ആയിട്ട് നമ്മൾ കണക്കാക്കണം. മനസ്സിലാവുന്നുണ്ടോ? മനസ്സിലായി. ഓക്കെ, ഇനി ഇനി സപ്പോർട്ട് വരയ്ക്കാൻ പറ്റാത്തവർക്ക് അല്ലെങ്കിൽ വരയ്ക്കാൻ ബുദ്ധിമുട്ടുള്ളവർക്ക് നമ്മൾ ട്രേഡിംഗ് വ്യൂ എന്ന് പറയുന്ന ചാർട്ട്, നിങ്ങൾക്ക് എല്ലാവർക്കും ട്രേഡിംഗ് വ്യൂ എന്താണെന്നറിയോ? ട്രേഡിംഗ് വ്യൂ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതൊരു ചാർട്ട് നോക്കുന്ന ഒരു എന്താ പറയുക, ഒരു വെബ്സൈറ്റാണ്. ഒരു വെബ്സൈറ്റാണത്. ഒരു വെബ്സൈറ്റാണ്. അതിൽ നമുക്ക് സപ്പോർട്ട് റെസിസ്റ്റൻസ് എന്ന് പറഞ്ഞ് അടിച്ചു കൊടുത്തു കഴിഞ്ഞാൽ ഇൻഡിക്കേറ്റേഴ്സ് ഓട്ടോമാറ്റിക്കായിട്ട് വരും. അല്ലെങ്കിൽ പിവേർട്ട് എന്ന് പറഞ്ഞിട്ട് എന്താ പറയുക, പിവേർട്ട് എന്ന് പറഞ്ഞിട്ട് അടിച്ചു കൊടുത്താൽ വരും. അല്ലെങ്കിൽ CPR എന്ന് പറഞ്ഞ് അടിച്ചു കൊടുത്താൽ, ഇതൊക്കെ നമുക്ക് സപ്പോർട്ട് ആൻഡ് റെസിസ്റ്റൻസ് ഓട്ടോമാറ്റിക്കായിട്ട് അത് വരും. അത് ഞാൻ ഒരു മിനിറ്റ് ഞാൻ കാണിച്ചു തരാം. ഇല്ല, അത് ലൈവ് മാർക്കറ്റിലേ നടക്കുള്ളൂ.
ഞാൻ ജസ്റ്റ് ഒന്ന് പറഞ്ഞു തരാൻ വേണ്ടിയിട്ട്. ഹലോ, ഇതിന്റെ റെക്കോർഡ് സെക്ഷൻ ഉണ്ടാവോ ഇപ്പൊ നടക്കുന്നത്? എല്ലാത്തിൻ്റെ ഉണ്ടാവും. എല്ലാത്തിനും ഉണ്ടാവും. ഓക്കെ, സി ഇതാണ് നമ്മുടെ ട്രേഡിംഗ് വ്യൂ എന്ന് പറയുന്നത്. ഓക്കെ, കാണുന്നുണ്ടോ? ഓക്കെ, ട്രേഡിംഗ് വ്യൂവിൽ ഇൻഡിക്കേറ്റർ എന്ന് പറഞ്ഞൊരു സാധനം ഉണ്ടാവും. ഇൻഡിക്കേറ്ററിൽ പോയാൽ മതി. ഇൻഡിക്കേറ്ററിൽ പോയിട്ട് നെറ്റ് പോയാ? ഹലോ, കേൾക്കുന്നുണ്ടോ എല്ലാവരും? കിടന്ന് വട്ടം ചുറ്റണേ. CPR കാണുന്നില്ലല്ലോ. ഓക്കെ, ലീവ് ഇറ്റ്. അത് ഓക്കെ, നിങ്ങൾ മനസ്സിലാക്കിയാൽ മതി. ഒരു ഞാനതിൻ്റെ വീഡിയോ സെപ്പറേറ്റ് ആയിട്ട് ഇട്ട് തരാം കേട്ടോ. ഓക്കെ, ഓക്കെ. അത് പക്ഷേ റിയൽ മാർക്കറ്റിലേ പറ്റുള്ളൂ, OTC പറ്റില്ല. OTC നമ്മൾ ഇതേപോലെ തന്നെ, OTC ചാർട്ടിൽ നമ്മൾ ഇതേപോലെ തന്നെ വരച്ച് നമ്മൾ ചെയ്യണം. നെറ്റ്വർക്ക് കണക്ഷൻ